മക്കളെ ഒരു വാക്യം വായിക്കാം. യാക്കോബ് 1-ാം അധ്യായം 26-ഉം 27-ഉം വായിക്കാം. യാക്കോബിന്റെ 1:26-27. നിങ്ങളിൽ ഒരുവൻ തന്റെ നാവിന് കടിഞ്ഞാണിടാതെ തന്റെ ഹൃദയത്തെ വഞ്ചിച്ചുകൊണ്ട് താൻ ഭക്തനെന്ന് നിരൂപിച്ചാൽ അവന്റെ ഭക്തി വ്യർത്ഥമത്രേ. പിതാവായ ദൈവത്തിന്റെ ശുദ്ധവും നിർമ്മലവുമായുള്ള ഭക്തിയോ അനാഥരെയും വിധവമാരെയും അവരുടെ സങ്കടത്തിൽ ചെന്ന് കാണുന്നതും ലോകത്താലുള്ള കളങ്കം പറ്റാതെ വണ്ണം തന്നെ താൻ കാത്തുകൊള്ളുന്നതുമാകുന്നു. ആമേൻ. ഹല്ലേലൂയ. നമ്മള് ലോകത്താലുള്ള കളങ്കം പറ്റാതെ തന്നെ താൻ കാക്കണം. കാരണം ലോകത്താലുള്ള കളങ്കം പറ്റാൻ ചാൻസ് ഉണ്ട്. നാം ഈ ലോകത്തിലാണ് ജീവിക്കുന്നത്. നമ്മുടെ ചിന്താമണ്ഡലം, നമ്മുടെ വാക്കുകൾ, നമ്മുടെ ഇടപാടുകളൊക്കെ ഈ ലോകക്കാരെ പോലെ ആകാനാണ് ഉള്ള ഒരു ടെൻഡൻസി. എന്നാൽ അല്ലെങ്കിൽ അതിനെല്ലാം അതിജീവിച്ചുകൊണ്ട് അല്ലെങ്കിൽ നമ്മൾ എന്തെല്ലാം ചെയ്താലും വിശുദ്ധീകരണം കൂടാതെ ആരും കർത്താവിനെ കാണുകയില്ല എന്ന് പറയുന്നുണ്ട്. അല്ലെങ്കിൽ ഇപ്പോൾ കർത്താവിന്റെ വരവടുത്തിരിക്കുന്ന ഈ നാളുകളിൽ അല്ലെങ്കിൽ നമുക്ക് അധികം ചിന്തിക്കേണ്ട കാര്യമാണ്, ഞാൻ എങ്ങനെ വിശുദ്ധി പ്രാപിക്കാം, എനിക്ക് എങ്ങനെ സ്വർഗത്തിൽ പോകാൻ പറ്റും, എനിക്ക് എങ്ങനെ സ്വർഗത്തിൽ പോകാൻ കഴിയും. ഹല്ലേലൂയ. പല കാര്യങ്ങളുണ്ട്. എന്നാൽ അതിലൊക്കെയും വലുത് നമ്മൾ മത്തായിയുടെ സുവിശേഷം 5:6 കാണുന്നുണ്ട്. ശുദ്ധീകരണം കൂടാതെ ഹൃദയശുദ്ധിയുള്ളവൻ ഭാഗ്യവാൻ, അവൻ ദൈവത്തെ കാണും. അല്ലെങ്കിൽ ഇംഗ്ലീഷ് പറയുമ്പോൾ പ്യൂർ ഇൻ ഹാർട്ട്. അപ്പൊ നമുക്കൊരു ഹൃദയശുദ്ധി വേണം. അപ്പോൾ ഇവിടെ പറയുന്നത് നിങ്ങൾ ഒരുവൻ തന്റെ നാവിനെ കടിഞ്ഞാണിടാതെ തന്റെ ഹൃദയത്തെ വഞ്ചിച്ചുകൊണ്ട് താൻ ഭക്തനെന്ന് നിരൂപിച്ചാൽ അവന്റെ ഭക്തി വ്യർത്ഥമത്രേ. അപ്പോഴ് പറയും നമ്മുടെ നാവിനെ നിയന്ത്രിക്കണം. പിതാവായ അത് തന്നെയാണ് നമ്മൾ രാവിലെ കേട്ടത്. അയ്യോബ് അതരം കൊണ്ട് പാപം ചെയ്തില്ല. പിതാവായ ദൈവത്തിന്റെ മുമ്പാകെ ശുദ്ധവും നിർമ്മലമായുള്ള ഭക്തിയോ അനാഥരെയും വിധവമാരെയും അവരുടെ സങ്കടത്തിൽ ചെന്ന് കാണുന്നതും ലോകത്താലുള്ള കളങ്കം പറ്റാതെ വണ്ണം തന്നെത്താൻ കാത്തുകൊള്ളുന്നതുമാകുന്നു. അപ്പൊ നമ്മുടെ ലോകത്താലുള്ള കളങ്കം പറ്റാതെ, നമുക്കറിയാം ഒരു നല്ല വൃത്തിയാക്കിയ ഒരു ഉടുപ്പ് ഹല്ലേലൂയ താഴെ വീണ് കഴിഞ്ഞാൽ അത് ചെളിക്കകത്ത് വീണാൽ അത് ചെളി പറ്റും. ഹല്ലേലൂയ എന്ന് പറഞ്ഞ പോലെ നാം യേശുവിന് വേണ്ടി ജീവിച്ച് യേശുവിന് ഹൃദയം കൊടുത്ത് ജീവിക്കുന്ന വ്യക്തികളാണ്. എന്നാലും നാം ഈ ലോകത്തിലാണ് ജീവിക്കുന്നത്. നമ്മുടെ വീട്ടിലുള്ള ഫർണിച്ചറൊക്കെ അല്ലെങ്കിൽ മേശപ്പുറത്തൊക്കെ ഒന്ന് ക്ലീൻ ആക്കിയില്ലെങ്കിൽ കുറച്ച് ദിവസം കഴിയുമ്പോൾ നമ്മുടെ കൈകൊണ്ട് വരയ്ക്കാൻ പറ്റും, പൊടി പിടിച്ചിരിക്കും. ഹല്ലേലൂയ എന്ന് പറയാം. അതിൽ ആരും പൊടി കൊണ്ടിട്ടില്ല, പക്ഷേ അത് ആ പൊടിയുള്ള പ്രതലത്തിൽ അതിലെ ഭൂമിയിലായിരിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഇവിടെ ഹല്ലേലൂയ ആ പൊടിയുള്ള അറ്റ്മോസ്ഫിയറിലായിരിക്കുന്നുണ്ട് അത് പൊടി പറ്റാൻ ചാൻസ് ഉണ്ട്. അപ്പം നമ്മൾ ഈ ലോകം, ജഡം, പിശാച് ഈ 3 കാര്യങ്ങൾ നമ്മളെ പാപത്തിലേക്ക് പ്രേരിപ്പിക്കുന്നവരാണ്. എന്നാൽ കർത്താവിടെ പറയുന്നത് നമ്മൾ ലോകത്താലുള്ള കളങ്കം പറ്റാതെ വണ്ണം തന്നെത്താൻ കാത്തുകൊള്ളുന്നതാണ്. അപ്പം നമ്മളെ തന്നെ സൂക്ഷിക്കണം. അപ്പോൾ നമ്മളെ തന്നെ സൂക്ഷിക്കണമെങ്കിൽ നമുക്കതിനൊരു പാർട്ടുണ്ട്. അല്ലല്ലേ? അതുകൊണ്ടാണ് ഈ പാർട്ട് ഇങ്ങനെ പറയുന്നത്. 2 തിമോത്തിയോസ് 2:20 തൊട്ട് 22. 2 തിമോത്തിയോസ് 2:20 മുതൽ 22 വരെ. പൊന്നും വെള്ളിയും കൊണ്ടുള്ള സാമാനങ്ങൾ മാത്രമല്ല, മരവും മണ്ണ് കൊണ്ടുള്ളവയും ഉണ്ട്. ചിലത് മാന്യകാര്യത്തിനും ചിലത് ഹീനകാര്യത്തിനും ഉപയോഗിക്കുന്നു. ഇവയെ വിട്ടകന്ന് തന്നെത്താൻ വെടിപ്പാക്കുന്നവൻ വിശുദ്ധവും ഉടമസ്ഥനും ഉപയോഗവുമായി നല്ല വേലയ്ക്കൊക്കെയും ഒരുങ്ങിയിരിക്കുന്ന മാനപാത്രമായിരിക്കും. അപ്പോഴ് നമ്മളെ തന്നെ വെടിപ്പാക്കണം. നമ്മൾ ആദ്യം കണ്ടത് നമ്മളെ തന്നെ കാക്കണം. യാക്കോബിന്റെ സുവിശേഷം പറഞ്ഞ ലോകത്തിന്റെ കളങ്കം പറ്റാതെ വണ്ണം തന്നെത്താൻ കാത്തുകൊള്ളണം. ഇവിടെ പറഞ്ഞത് നമ്മളെ തന്നെ വെടിപ്പാക്കണം. അല്ലെങ്കിൽ ഒരു വീട്ടിലെ പാത്രം നമുക്കറിയാം, പാസ്റ്റർ എപ്പോഴും പറഞ്ഞാണ് എപ്പോഴും ഉപയോഗിക്കുന്ന പാത്രം എപ്പോഴും ക്ലീൻ ആക്കണം. അല്ലേലിയ? അപ്പോൾ ചില പാത്രങ്ങളൊക്കെ പൊടി പിടിച്ച് അവിടെ മാറിയിരിക്കും, എന്നാൽ അതിനെ ആരും ക്ലീൻ ആക്കത്തില്ല. കാരണം അത് എപ്പോഴും ഉപയോഗിക്കുന്ന പാത്രമില്ല. എന്നാൽ എപ്പോഴും ഉപയോഗിക്കുന്ന പാത്രം നസിക്കറ ദൈവത്തിന്റെ സന്നിധിയിൽ നിൽക്കുമ്പോൾ ദൈവത്തിൽ നമ്മൾ ആക്റ്റീവ് ആണെങ്കിൽ, അല്ലേലിയ നമ്മൾ ഈ ലോകത്തിൽ ജീവിക്കുന്നവരാണെങ്കിൽ ഹാലേലിയ നമ്മളെ തന്നെ എപ്പോഴും വെടിപ്പാക്കണം. എങ്കിൽ മാത്രമേ യജമാനന്, ഉടമസ്ഥന് നമ്മെ ഉപയോഗിക്കാൻ പറ്റുകയുള്ളൂ. അപ്പൊ കർത്താവിന് നമ്മൾ ഉപയോഗിക്കണമെന്ന് നമുക്കെല്ലാം ആഗ്രഹമുണ്ട്. എന്നാൽ ദൈവത്തിന് നമ്മൾ ഉപയോഗിക്കണമെങ്കിൽ നാം നമ്മെ തന്നെ വെടിപ്പാക്കണം. ക്ലീൻ ആയിട്ടുള്ള കാര്യമാണ്. നമ്മൾ കുക്ക് ചെയ്യാൻ വരുമ്പോൾ എല്ലാം ഡയറക്റ്റ് ആയിട്ട് കടന്നു കഴിഞ്ഞാൽ നമുക്കൊരു പ്രയാസം. ഇതിനെ എല്ലാം കഴുകിയിട്ട് വേണമല്ലോ, അല്ലേല? എന്നാൽ നമ്മൾ എപ്പോഴും കഴുകി വെച്ചിരിക്കുന്ന ഒരു അടുക്കളയിലോട്ട് കയറി വന്നു കഴിഞ്ഞ് കുക്ക് ചെയ്യാനും കാര്യങ്ങൾ ചെയ്യാനൊക്കെ നമുക്ക് സന്തോഷമാണ്. കാരണം ക്ലീൻ ആയിട്ടുള്ള പാത്രം എന്ന് പറഞ്ഞ പോലെ ദൈവം ഉപയോഗിക്കുന്നതിന് നമ്മളെ തന്നെ വെടിപ്പാക്കണം എപ്പോഴും. ആ പത്രോസ് യേശു വന്നപ്പോഴേക്ക് അവൻ വല കഴുകുമായിരുന്നു. ഇവൻ മീനൊന്നും കിട്ടിയില്ല പോലും പത്രോസിനറിയാം ഈ വലക്കകത്ത് അഴുക്ക് കയറിയിട്ടുണ്ട്, അതുകൊണ്ട് എനിക്കിത് കഴുകാൻ പറ്റത്തില്ല. പത്രോസ് വല കഴുകുമായിരുന്നു.
ഓ ഹല്ലേലൂയ എന്ന് പറഞ്ഞ പോലെ 1 യോഹന്നാൻ 5:18 ഇങ്ങനെ പറയുന്നു, ദൈവത്തിൽ നിന്ന് ജനിച്ചിരിക്കുന്നവൻ ആരും പാപം ചെയ്യുന്നില്ല എന്നും നാം അറിയുന്നു. ദൈവത്തിൽ നിന്ന് ജനിച്ചവൻ തന്നെത്താൻ സൂക്ഷിക്കുന്നു. തന്നെത്താൻ സൂക്ഷിക്കും. നമ്മുടെ ആത്മാവിനെ സൂക്ഷിക്കേണ്ടത് നമ്മളാ. നമ്മുടെ നിത്യജീവനെ കാക്കേണ്ടത് നമ്മളാ. വേറൊരാളുടെ കയ്യിൽ നമ്മുടെ ആത്മാവിന്റെ ഉത്തരവാദിത്വം കൊടുക്കാൻ പറ്റത്തില്ല. ഹല്ലേലൂയ. നമ്മുടെ തീരുമാനമാണ്, നമ്മുടെ ജീവിതമാണ്, നമ്മളാണ് സൂക്ഷിക്കേണ്ടത്. ഹല്ലേലൂയ. അപ്പൊ നമുക്ക് ആദാമിനോട് ചോദിച്ചു, നീ പഴം തിന്നോന്ന് ചോദിച്ചപ്പോ അവൻ ഹവ്വായെ പഴി പറഞ്ഞു. ഹവ്വ കാരണമാന്ന് പറഞ്ഞു. അതൊക്കെ പറയാം. പക്ഷേ ശിക്ഷ ആദാമിന് കിട്ടി, ഹവ്വ ചെയ്തതിന് ഹവ്വയ്ക്കും കിട്ടി. ഹല്ലേലൂയ. അപ്പോഴും നമ്മൾ പഴി പറഞ്ഞിരുന്നു കഴിഞ്ഞാൽ നമ്മൾ ഒരിക്കലും, അപ്പൊ ഈ 10 കന്യകമാരിൽ 5 പേര് ബുദ്ധി ഇല്ലാത്തവരായിരുന്നു. അവരെപ്പോഴും അവരുടെ ജീവിതത്തിന് വേണ്ടി ആ ബുദ്ധിയുള്ളവരെ ആശ്രയിച്ചുകൊണ്ടിരുന്നു. ഓ എൻ്റെ രക്ഷ നിന്റെ കയ്യില, അല്ലെ എൻ്റെ പ്രാർത്ഥന നിന്റെ കയ്യില, അല്ലെ എൻ്റെ ഉപവാസം നിന്റെ കയ്യില, അല്ലെങ്കിൽ എൻ്റെ ഹല്ലേലൂയ എൻ്റെ എല്ലാം നിന്റെ കയ്യില, നീ കാരണം നീ ചെയ്യുന്ന അനുസരിച്ച് എനിക്ക് നന്മ കിട്ടുമെന്ന് പറഞ്ഞ് അവരെ ഡിപ്പെൻഡ് ചെയ്താണ് ഈ 5 ബുദ്ധിയില്ലാത്തവർ ജീവിച്ചത്. അവരുടെ ജീവിതത്തിന്റെ എല്ലാം കൊണ്ട് മറ്റവരെ കൊടുത്തു. ആത്മാവിന്റെ രക്ഷ പോലും, ഓ നീ പ്രാർത്ഥിക്കണം, നീ ഉപവസിക്കണം, നീ ആരാധിക്കണം. ചില ഭർത്താക്കന്മാർ അങ്ങനെ പറയും, എന്റെ ഭാര്യ പ്രാർത്ഥിച്ചാൽ മതി. അല്ലെങ്കിൽ ചില ഭാര്യമാർ അങ്ങനെ പറയും, എന്റെ ഭർത്താക്കന്മാർ പ്രാർത്ഥിച്ചാൽ മതി. നോ ദൈവമക്കളെ, നമ്മൾ ഇവിടെ പറഞ്ഞ് തന്നെത്താൻ സൂക്ഷിക്കണം, തന്നെത്താൻ പ്രാർത്ഥിക്കണം, അല്ലെ തന്നെത്താൻ ആരാധിക്കണം. അല്ലേ ലൂയ, അല്ലേ ആ കാര്യം മാത്രമേ ശരിയാ. ഭാര്യയും ഭർത്താവ് ഒന്നാ, നമ്മൾ ഒരു ശരീരമാണ്, ശരിയാണ്. പക്ഷേ നിത്യരക്ഷയുടെ വിഷയം വരുമ്പോൾ അവനവന് വേണ്ടത് അവനവൻ കരുതിക്കൊള്ളണം. ഹല്ലേലൂയ. നമ്മൾ കരുതിയില്ലെങ്കിൽ നമ്മൾ കൈവിടപ്പെട്ടു പോകും. ഭാര്യ എടുക്കപ്പെടും, ഭർത്താവ് കൈവിടപ്പെടും, അല്ലെങ്കിൽ ഭർത്താവ് എടുക്കപ്പെടും, ഭാര്യ കൈവിടപ്പെടും. ഹല്ലേലൂയ. അല്ലെ മക്കൾ എടുക്കപ്പെടും, ഭർത്താവ് ഭാര്യയും കൈവിടപ്പെടും. അപ്പോൾ ഇവിടെ പറയുന്നത് ഹല്ലേലൂയ. അതുകൊണ്ടാണ് നമ്മൾ ഹല്ലേലൂയ ഒരാളെ പാപത്തിനായിട്ട് പ്രേരിപ്പിക്കരുത്. അനന്യാസ് സഫീറയും കുടുംബമായിരുന്നു. അവർക്ക് ഒരാൾക്ക് വിശുദ്ധിയോടെ ജീവിക്കാമായിരുന്നു. ആർക്കെങ്കിലും ഒരാൾക്ക്, അല്ലെങ്കിൽ ഒരാളുടെ നല്ല നടപ്പ് കണ്ട് മറ്റേയാള് ശരിയാ വന്നേനെ. അല്ലെങ്കിൽ അവർ 2 പേരും കൂടെ വ്യാജം പറഞ്ഞു, 2 പേരും മരിച്ചുപോയി, 2 പേരും നിത്യരത്തിപ്പോയി. അല്ലെങ്കിൽ അപ്പോൾ ഇവിടെ ദൈവത്തിന് ജനിച്ചവൻ തന്നെത്താൻ സൂക്ഷിക്കുന്നു. ദൈവമക്കളെ, നമുക്കൊരു ഉത്തരവാദിത്വമുണ്ട് തന്നെത്താൻ സൂക്ഷിക്കാൻ. നമ്മുടെ ആത്മാവിനെ തന്നെത്താൻ സൂക്ഷിക്കണം, അല്ലെങ്കിൽ നമ്മൾ രക്ഷിച്ചു പോകും. ആ വെളിപ്പാട് പുസ്തകം 22-ാം അധ്യായത്തിൽ ഒരു വാക്യം പറയുന്നുണ്ട്, ഗോപുരങ്ങളിൽ കിടക്കേണ്ടതിന് ജീവന്റെ വൃക്ഷത്തിൽ 14-ാം വാക്യം, ജീവന്റെ വൃക്ഷത്തിൽ തങ്ങൾക്ക് അധികാരമുണ്ടാകേണ്ടതിനും ഗോപുരങ്ങളിൽ കൂടി നഗരത്തിൽ കടക്കേണ്ടതിനും തങ്ങളുടെ വസ്ത്രം അലക്കുന്നവർ ഭാഗ്യവാന്മാർ. ആമേൻ. ഹല്ലേലൂയ. നമ്മുടെ വസ്ത്രം നമ്മൾ അലക്കണം, നമ്മളെ തന്നെ ഒരുക്കണം, നമ്മളെ തന്നെ ശുദ്ധീകരിക്കണം. ഹല്ലേലൂയ. ഒരാളുടെ കെയർ ഓഫ് നമ്മൾ സ്വർഗത്തിൽ പോകാൻ പറ്റത്തില്ല. അങ്ങനെയെങ്കിൽ ആ 5 കന്യകമാർക്ക് ഹല്ലേലൂയ അവർ മണവാളിനോട് കൂടെ പോയേനെ. നസിക്കർ അവർ പറഞ്ഞു, ഞങ്ങൾക്ക് അല്പം എണ്ണ തരാൻ. ബുദ്ധിയുള്ളവരോട് പറയുക. അവർ പറഞ്ഞു, നിങ്ങൾക്ക് പോരാതെ വരികയാൽ നീ പോയി കടയിൽ പോയി വിൽക്കുന്നവരുടെ കയ്യിൽ പോയി വാങ്ങാൻ. ഓ നസീകര വാങ്ങാൻ പോയപ്പോൾ മണവാളൻ വന്നു. സ്വയം സൂക്ഷിക്കാത്തവർ, സ്വയം എണ്ണ കരുതാത്തവർ, സ്വയം പ്രാർത്ഥിക്കാത്തവർ, സ്വയം ഉപവസിക്കാത്തവർ, സ്വയം ആരാധിക്കാത്തവർ, അവരുടെ ഗതികേട് നമുക്ക് വരരുത് ദൈവമക്കളെ. ഹല്ലേലൂയ. നസീകര കർത്താവ് ഇതൊക്കെ നമ്മളെ അറിയിക്കുന്നത്. കാരണം ഇത് അന്ത്യകാലത്താണ്. നമ്മളുടെ കർത്താവിന്റെ കാഹളം എപ്പോഴും വേണേലും കേൾക്കാം. അവൻ അടുത്ത വാതുക്കലായിരിക്കുന്നു. ഹല്ലേലൂയ. നമ്മൾ ആ 5 ബുദ്ധിയില്ലാത്ത കന്യകമാരെ പോലെ നസീകര ഹല്ലേലൂയ എപ്പോഴും മറ്റുള്ളവരെ പ്രാർത്ഥനയ്ക്കും ഉപവാസത്തിനും ആരാധനയ്ക്കൊക്കെ ആശ്രയിച്ച് പോയി കഴിഞ്ഞാൽ ഓരോ നമ്മൾ കൈവിടപ്പെട്ടു പോകും. ഇവിടെ പറയാം, ജീവന്റെ അധികാരത്തിൽ, ജീവന്റെ വൃക്ഷത്തിൽ തങ്ങൾക്ക് അധികാരം ഉണ്ടാകേണ്ടതിനും ഗോപുരങ്ങളിൽ കൂടി നഗരത്തിൽ കടക്കേണ്ടതിനും തങ്ങളുടെ വസ്ത്രം അലക്കുന്നവർ ഭാഗ്യവാന്മാർ. നാക്കളും ശുദ്രക്കാരും, നാക്കൾ എന്ന് പറഞ്ഞ് ഉപേക്ഷിച്ച് തിരിച്ചെടുക്കുന്നവർ, ഛർദി തിരിച്ചു തിന്നുന്നവരാണ് നാക്കൾ. ഹല്ലേലൂയ. ആ ഒരിക്കലും ഉപേക്ഷിച്ചത് പിന്നെ തിരിച്ചെടുക്കുന്നവർ, പണ്ട് വന്നതിലേക്ക് തിരിച്ചു പോകുന്നവരാണ് നായ്ക്കൾ. ശൂദ്രക്കാര് നമുക്കറിയാം. ശൂദ്രക്കാര് ദുർനടപ്പുകാര്, കൊലപാതകന്മാര്, ബിംബാരാധികൾ, കണ്ടോ നസിക്കര്, ഇതെല്ലാം പോസ്റ്റിൽ പ്രിയപ്പെടുക. അതായത് വ്യാജം പറയുന്നവർ അല്ലെങ്കിൽ അപ്പൊ ഇപ്പൊ ഞാൻ പറഞ്ഞപ്പോ പലരും ചിന്തിച്ചു കാണും അവർ നരകത്തിൽ പോയോന്ന്. അനന്യാസ് സഫീറേ ഉടനെ ഈ വാക്യത്തിൽ പറയുന്ന കണ്ടോ, പോസ്റ്റിൽ പ്രിയപ്പെടുകയും അതിനെ പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഏവനും പുറത്തു തന്നെ. ഹല്ലേലൂയ. ഏവനും പുറത്തു തന്നെ. അപ്പൊ നായ്ക്കള്, ശുദ്രക്കാര്, ദുർനടപ്പുകാര്, കൊലപാതകന്മാര്, അത് ഈ വേദപുസ്തകത്തിന്റെ ഏറ്റവും അവസാനത്തെ പേജിൽ എഴുതി വെച്ചിരിക്കുകയാണ്. അവരെല്ലാം ഹാലില് പുറത്തു തന്നെ, അന്ധകാരത്തിലേക്ക്
തള്ളിക്കളയും. നായ്ക്കളും അതായത് പിന്മാറ്റക്കാര്, ശൂദ്രക്കാര്, ദൂർന്ന്, അതായത് ഇപ്പൊ ഒരു കാലത്ത് നമ്മൾ ദൈവത്തിന് വേണ്ടി ജീവിച്ചു. നസീക്കര നമ്മുടെ ചിലരൊക്കെ ദ്രവ്യാഗ്രഹത്തിൽ അകപ്പെട്ട് പിടിക്കപ്പെട്ട സ്റ്റോറിയൊക്കെ നമുക്കറിയാം. ഒരു കാലത്ത് അവര് ദൈവത്തിന് വേണ്ടി നിന്നവരാ. അവര് പിന്മാറിപ്പോയി ദ്രവ്യാഗ്രഹം അവരെ കവർന്നു. ദ്രവ്യാഗ്രഹം അവരെ കവർന്നു. ദ്രവ്യാഗ്രഹത്തെ സൂക്ഷിച്ചൊഴിഞ്ഞോളുവിൻ. കാരണം പിശാച് നമ്മളെ വഞ്ചിക്ക് നമുക്ക് ഇഷ്ടപ്പെട്ട സാധനങ്ങൾ തന്ന, നമുക്ക് ഇഷ്ടപ്പെട്ട പണം, ഇഷ്ടപ്പെട്ട പൊസിഷൻ, ഇഷ്ടപ്പെട്ട കാര്യങ്ങളൊക്കെ ആ മെറ്റീരിയൽ ബ്ലെസ്സിങ്സ് ഒക്കെ തന്ന് നമ്മളെ വഞ്ചിക്കും. കാരണം അത് പക്ഷെ അങ്ങനെ വന്നു കഴിയുമ്പോൾ നമ്മൾ വളരെ സൂക്ഷിക്കണം. കാരണം അവിടെയാണ് പിശാചിന്റെ ട്രാപ്പ്. അല്ലേലും നമ്മൾ ഇച്ചിരി ദാരിദ്ര്യമോ ഇച്ചിരി കഷ്ടതയോ വന്നു കഴിഞ്ഞാൽ നമ്മൾ ദൈവത്തെ വിളിക്കും, ദൈവത്തെ അന്വേഷിക്കും. എന്നാൽ നമ്മളെ നന്മ, നമ്മൾ ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ നമുക്ക് തന്നിട്ട് നമ്മളെ വഞ്ചിച്ച് നമ്മളെ അന്ധകാരത്തിലേക്ക് തള്ളിക്കളയുന്ന പരിപാടിയാണ് പിശാചിന്റെ പരിപാടി. അതുകൊണ്ടാണ് നായ്ക്കളും ശുദ്രക്കാരും ദുർനടപ്പുകാരും കുലപാതകന്മാരും ബിംബാരാധികളും പോസ്റ്റ് പ്രിയപ്പെടുക അതിനെ പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഏവനും പുറത്തു തന്നെ. അപ്പോൾ നമ്മളെ തന്നെ സൂക്ഷിക്കണമെന്നാണ് പരിശുദ്ധാത്മാ പറയുന്നത്. നമ്മളെ തന്നെ സൂക്ഷിക്കുക. അതാണ് ഉൽപ്പത്തി പുസ്തകം 2:15 പറയുന്നത്. അന്ന് വായിച്ച ഉൽപ്പത്തി 2:15. ദൈവം മനുഷ്യനെ കൂട്ടിക്കൊണ്ടുപോയി ഏതും തോട്ടത്തിൽ വേല ചെയ്യുവാനും അതിനെ കാപ്പാനും അവിടെ ആക്കി. അപ്പൊ ദൈവമക്കളെ തോട്ടം കാക്കണമെന്ന് ആദാമിന് കൊടുത്തൊരു ഉത്തരവാദിത്വമാണ്. തോട്ടം കാക്കണം. അപ്പൊ കർത്താവ് നമ്മളോട് പറഞ്ഞിട്ടുണ്ട്, നമ്മളെ തന്നെ സൂക്ഷിക്കണം, നമ്മളെ തന്നെ കാക്കണം. അല്ലെങ്കിൽ നമ്മളെ ചെയ്യാവുന്ന എല്ലാം ചെയ്തു കഴിഞ്ഞാല് അതല്ലേ കർത്താവ് നമ്മളെ സൂക്ഷിക്കും. അതാണ് യൂദായുടെ ലേഖനത്തിൽ ഇങ്ങനെ പറയുന്നു, വീഴാതെ വണ്ണം നിന്നെ അവൻ സൂക്ഷിക്കും, വീഴാതെ വണ്ണം അവൻ നിന്നെ സൂക്ഷിക്കും. അപ്പൊ നമ്മൾ ചുമ്മാ നമ്മൾ ചെയ്യേണ്ട ഉത്തരവാദിത്വം ചെയ്യാതെ നടന്നു കഴിഞ്ഞാൽ കർത്താവിന് നമ്മളെ സൂക്ഷിക്കാൻ കഴിയത്തില്ല. എന്നാൽ അതിന് മുമ്പിൽ ഒരു വാക്കിന് ആ യൂദായുടെ ലേഖനത്തിലേക്ക് കടന്നു വരാം. അധിപതര യൂദായുടെ ലേഖനം 18 മുതൽ 24 വരെ ഒന്ന് വായിക്കാം. ഓക്കെ, 18 അന്ത്യകാലത്ത് ഭക്തികെട്ട മോഹങ്ങളെ അനുസരിച്ച് നടക്കുന്ന പരിഹാസികൾ ഉണ്ടാകുമെന്ന് അവർ നിങ്ങളോട് പറഞ്ഞുവല്ലോ. അവർ ഭിന്നത ഉണ്ടാക്കുന്നവർ, പ്രാകൃതന്മാർ, ആത്മാവില്ലാത്തവർ. നിങ്ങളോ പ്രിയമുള്ളവരെ നിങ്ങളുടെ അതിവിശുദ്ധ വിശ്വാസത്തെ ആധാരമാക്കി നിങ്ങൾക്ക് തന്നെ ആത്മീക വർധന വരുത്തിയും പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിച്ച് നിത്യജീവനായിട്ട് നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ കരുണയ്ക്കായി കാത്തിരുന്നും കൊണ്ട് ദൈവസ്നേഹത്തിൽ നിങ്ങളെ തന്നെ സൂക്ഷിച്ചുകൊള്ളുവിൻ. സംശയിക്കുന്നവരായ ചിലരോട് കരുണ ചെയ്യുവിൻ. ചിലരെ തീയിൽ നിന്ന് വലിച്ചെടുത്ത് രക്ഷിപ്പിൻ. ജഡത്താൽ കറപിടിച്ച അങ്കി പോലും പകച്ചുകൊണ്ട് ചിലർക്ക് ഭയത്തോടെ കരുണ കാണിപ്പിൻ. വീരാതവണ്ണം നിങ്ങളെ സൂക്ഷിച്ച് തന്റെ മഹിമാസന്നതിയിൽ കളങ്കമില്ലാത്തവരായി ആനന്ദത്തോടെ നിർത്തുവാൻ ശക്തിയുള്ളവന് നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം നമ്മുടെ രക്ഷിതാവായ ഏക ദൈവത്തിന് തന്നെ സർവകാലത്തിന് മുൻപും ഇപ്പോഴും സദാകാലത്തോളം തേജസ്സും മഹിമയും ബലവും അധികാരവും ഉണ്ടാകുമാറാകട്ടെ. ആമേൻ. 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 അപ്പൊ ദൈവമക്കളെ നമുക്കൊരു ഉത്തരവാദിത്വം ഉണ്ട്. ഹല്ലേലൂയ. നമുക്കൊരു ഉത്തരവാദിത്വം ഉണ്ട്. നമ്മെ തന്നെ സൂക്ഷിക്കണം. ഹല്ലേലൂയ. നമ്മെ തന്നെ സൂക്ഷിക്കണം. അപ്പൊ നമ്മുടെ ഉത്തരവാദിത്വം വേറൊരു കൈ കൊടുക്കരുത്. നമ്മുടെ ആത്മാവിന്റെ ഉത്തരവാദിത്വം നമ്മുടെ കയ്യിലാണ്. നസീക്കര ഭാര്യമാരല്ലേ, ഭർത്താക്കന്മാരല്ലേ, മക്കളൊക്കെ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കും, അല്ലെ ദേവദാസന്മാർ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കും. പക്ഷേ നമ്മുടെ ഉത്തരവാദിത്വം നമ്മുടെ കയ്യിലാണെന്ന് നാം കേട്ടല്ലോ. നസീക്കര തന്നെ നമ്മെ തന്നെ വെടിപ്പാക്കണം, നമ്മെ തന്നെ സൂക്ഷിക്കണം. ഹല്ലേലൂയ. ആ 5 ബുദ്ധിയില്ലാത്ത കന്യകമാരുടെ ഉത്തരവാദിത്വം ഒരു ബുദ്ധിയുള്ള കന്യകമാരെ കൊടുത്തു. പക്ഷേ അവസാനം വന്നപ്പോൾ ബുദ്ധിയില്ലാത്തവരോട് പറഞ്ഞു, ഞങ്ങൾക്ക് നിങ്ങളെ സഹായിക്കാൻ പറ്റത്തില്ല, എണ്ണ തികയത്തില്ല, നിങ്ങൾ പോയി കടയിൽ പോയി വാങ്ങിച്ചോളാൻ. അവർ പോയപ്പോൾ മണവാളൻ വന്നു, കൈവിടപ്പെട്ടു പോയി. അതുകൊണ്ട് ഇവിടെ പറയുന്നത് അന്ത്യകാലത്ത് വട്ടികെട്ട മോഹങ്ങളെ അനുസരിച്ച് നടക്കുന്ന പരിഹാസികളുണ്ടാകും. പരിഹാസികൾ അവരെല്ലാവരെയും പരിഹസിക്കും. ഹല്ലേലൂയ. ആത്മാവിനെ പരിഹസിക്കും, ദൈവദാസന്മാരെ പരിഹസിക്കും, ദൈവവചനത്തെ പരിഹസിക്കും, കോട്ടിമറിക്കും. പ്രാർത്ഥിക്കുന്നവരെ പരിഹസിക്കും, ഉപവസിക്കുന്നവരെ പരിഹസിക്കും, ആരാധിക്കുന്നവരെ പരിഹസിക്കും, ദൈവത്തിന് വേണ്ടി വിശുദ്ധിയോടെ ജീവിക്കുന്നവരെ പരിഹസിക്കും. അന്ത്യകാലത്ത് പരിഹാസികൾ. ഏറ്റവും മുറുകെ പിടിക്കേണ്ട കാര്യങ്ങൾ ഇതൊക്കെയാണ്. വിശ്വാസം, ആരാധന, പ്രാർത്ഥന, വചനം, ഇതൊക്കെ നമ്മൾ മുറുകെ പിടിക്കേണ്ട കാര്യങ്ങളെന്ന് കർത്താവ് പറഞ്ഞിട്ടുണ്ട്. എന്നാൽ എഴുന്നേക്കും, അവർ പരിഹസിക്കും, ഇതിനെല്ലാം പരിഹസിക്കും. അപ്പൊ എന്നിട്ട് പറയാണ്, അവര് ഭിന്നത ഉണ്ടാക്കുന്നവർ. എവിടെ ചെന്നാലും അവർക്ക് ഭിന്നതയാ. ഭവനത്തിലായാലും ഭിന്നത ഉണ്ടാക്കും, ചർച്ചിൽ ചെന്നാലും ഭിന്നതയാ, ജോലിയിൽ ചെന്നാലും ഭിന്നതയാ. ഇരുമ്പും കളിമണ്ണും തമ്മിൽ ചേരാത്ത പോലെ അവർക്ക് ആരോടും ചേരാൻ പറ്റത്തില്ല. അല്ലെങ്കിൽ എവിടെ ചെന്നാലും ഉടക്കും.
കാരണം അവരുടെ അകത്ത് പരിഹാസം. വേണ്ടതിനെ അവർ മുറുകെ പിടിക്കത്തില്ല. വേണ്ടത് മുറുകെ പിടിക്കുക. നമ്മള് അല്ലെങ്കിൽ സാധാരണ പഴം തിന്നിട്ട് തൊലി വെളി കളയും, എന്നാൽ തൊലി തിന്നിട്ട് പഴം ആരും കളയാറില്ല. അല്ലേലിയോ? അപ്പൊ അങ്ങനെയുള്ള ഒരു കൂട്ടരാണ് ഇപ്പൊ എഴുന്നേറ്റ് വരുന്നത്. അല്ലെങ്കിൽ അവർ തൊലി തിന്നിട്ട് പഴം കളയും. അതായത് ലോകത്തിന്റെ കാര്യങ്ങളൊക്കെ മുറുകെ പിടിക്കും. ലോകത്തിൻ്റെതായിട്ടുള്ള പണം, സ്ഥാനം, മാനം, പൊസിഷൻ, അല്ലെങ്കിൽ റൊമാനസിക്കര, വലിയതായിട്ടുള്ള ലക്ഷറിയസ് ലൈഫ് എല്ലാം മുറുകെ പിടിച്ചിട്ട് ദൈവത്തെ ഒരു വെളി കളയും. അതാണ് അവര് തൊലി തിന്നിട്ട് പഴം കളയും. അല്ലെങ്കിൽ അങ്ങനെയുള്ളവരാണ് പരിഹാസികൾ. അവർ ദൈവത്തെ ആരാധിക്കുന്നവരെ പരിഹസിക്കും. അങ്ങനെയുള്ളവർക്ക് ആരും തമ്മിൽ ചേരാൻ പറ്റത്തില്ല. അല്ലെങ്കിൽ പിശാച് അവർക്ക് റിപ്രോബേറ്റ് മൈൻഡ് കൊടുക്കും. അവർക്ക് അവരുടെ മനസ്സിനെ മറിച്ചു കളയും. അവരുടെ മനസ്സിനെ ദൈവം തന്നെ മറിച്ചു കളയും. കാരണം അവർക്ക് ദൈവമെന്ന് ഓർത്തിട്ട് ദൈവമെന്ന് അറിഞ്ഞിട്ടും അവനെ ദൈവമെന്ന് ഓർത്ത് മഹത്വീകരിക്കുക, നന്ദി കാണിക്കുക ചെയ്യാതെ അവരുടെ വിവേകമില്ലാത്ത ഹൃദയം ഇരുണ്ടുപോയി. അവരുടെ ഹൃദയം ഇരുണ്ടുപോയി കഴിയുമ്പോൾ പിന്നെ അവർക്ക് അവർ ഇരുട്ടിനെ വെളിച്ചമെന്നും വെളിച്ചത്തെ ഇരുട്ടെന്നും മധുരത്തെ കയ്പെന്നും കയ്പിനെ മധുരമെന്നും അല്ലെങ്കിൽ നന്മയെ തിന്മയെന്ന് തിന്മയെ നന്മയെന്നും പറയുന്ന ഒരു കൂട്ടര്, അങ്ങനെയുള്ള ലോകത്തിലാണ് നാം ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അല്ലേലിയ ഉപദേശം കൈക്കൊള്ളാത്ത, അല്ലേലിയ സത്യമായിട്ട് അംഗീകരിക്കാത്ത ഒരു കൂട്ടം, ആ ഒരു ലോകത്തിലാണ് നാം ജീവിക്കുന്നത്. അല്ലെങ്കിൽ തല മറിച്ചു കളഞ്ഞവർ, റവാനസിക്കര പിശാചവരുടെ തല തിരിച്ചു കളഞ്ഞു. അല്ലെങ്കിൽ അങ്ങനെയുള്ളവരാണ് പരിഹാസികൾ. അവർ ഭിന്നതയുണ്ടാക്കും. എവിടെ ചെന്നാലും അവർക്ക് ഭിന്നത. പ്രാകൃതന്മാർ എന്ന് പറഞ്ഞാൽ അവർക്ക് പരിഷ്കാരമില്ലാത്ത, അതായത് റമാനസിക്കര ജനിച്ച പോലെ ഈ മൃഗങ്ങളുടെ സ്വഭാവമാണ് പ്രാകൃതം. അല്ലെങ്കിൽ ആ മൃഗങ്ങളുടെ സ്വഭാവം പ്രാകൃത മനുഷ്യർ. അവരുടെ മാനസികര ആത്മാവിന്റെ ഫലങ്ങളൊന്നും അവരിലില്ല. സ്നേഹിക്കാൻ അറിയത്തില്ല, സന്തോഷമില്ല, സമാധാനമില്ല, അല്ലെങ്കിൽ വിശ്വസ്തതയില്ല, സൗമ്യതയില്ല, ഇന്ദ്രിയത്തെ ഒരു കൺട്രോൾ ഇല്ലാത്തവർ, അവരാണ് പ്രാകൃതന്മാർ. ഇന്ദ്രിയത്തെ കൺട്രോൾ ചെയ്യാത്തവർ എന്തും നോക്കും, എന്തും കാണും, എന്തും കേൾക്കും, എന്തും ചിന്തിക്കും. ഹല്ലേലൂയ. എന്തും പറയും. ഹല്ലേലൂയ. എന്തും പ്രവർത്തിക്കും, എവിടെ പോകും. ഹല്ലേലൂയ. ഒരു കൺട്രോൾ ഇല്ല. ഹല്ലേലൂയ. ഒരു കടിഞ്ഞാണില്ല. ഹല്ലേലൂയ. കർത്താവ് നമ്മുടെ നാവിന് കടിഞ്ഞാണിന്. ഹല്ലേലൂയ. നമ്മുടെ ഇന്ദ്രിയ ജയം വേണം. ഹല്ലേലൂയ. ഇന്ദ്രിയ ജയം വേണം. എന്തും എവിടെ ഒരു കൺട്രോൾ ഇല്ല. അതാണ് അവരാണ് പ്രാകൃതന്മാർ. നമുക്ക് മൃഗങ്ങൾക്ക് കൺട്രോൾ ഇല്ല. അല്ലേല അവരെന്ത് ചെയ്യും, എവിടെ പോകും, അവർക്ക് അറിയത്തില്ല. എന്നാല് ഈ മനുഷ്യര് ദൈവത്തിന്റെ അടുത്ത് വന്ന് പഠിക്കാത്തവർ, ദൈവവചനം ഗ്രഹിക്കാത്തവർ, അനുസരിക്കാത്തവർ, അവരാണ് പ്രാകൃതന്മാർ. മൃഗസ്വഭാവമുള്ളവർ അവരാണ് പ്രാകൃതന്മാർ. അല്ലെങ്കിൽ അവര് ഭിന്നതയുണ്ടാക്കും. അവർക്ക് മൃഗസ്വഭാവമാണ്. ആരെയും കടിച്ചു കീറും. അല്ലെങ്കിൽ തന്നെ എന്തെന്ന് തിരിച്ചറിയത്തില്ല. അല്ലെങ്കിൽ ദേഷ്യം, കോപം മുൻപിൽ, ദേഷ്യത്തെ അവർ കൺട്രോൾ ചെയ്യത്തില്ല. ഹാലേലിയ. കോപത്തെ കൺട്രോൾ ചെയ്യത്തില്ല, മോഹത്തെ കൺട്രോൾ ചെയ്യത്തില്ല. റവാനസിക്കര എവിടെ പോകും, എന്തും പറയും, എന്തും തിന്നും, എന്തും കുടിക്കും. ഹല്ലേലൂയ. അർമാനസിക്കര മനാജ്മോദന. അല്ലെങ്കിൽ അതാണ് പ്രാകൃതന്മാർ. അല്ലെങ്കിൽ അങ്ങനെയുള്ളവർ ഈ ലോകത്തിൽ വർദ്ധിച്ചു വരികയാണ്, പ്രാകൃതന്മാർ. അല്ലെങ്കിൽ നമ്മളവർക്ക് എന്താ ഈ സ്കൂളിലൊക്കെ ഇങ്ങനെ ഷൂട്ടിംഗ് നടക്കുന്നത്, പൈശാചിക ശക്തി അവരെ കൺട്രോൾ ചെയ്യുകയാണ്. അല്ലെങ്കിൽ കാരണം അവരുടെ അകത്തു അവര് ദൈവത്തിന് സ്ഥാനം കൊടുക്കാതെ അവര് പിശാചിന്റെ വാതിൽ തുറന്നു കൊടുത്തു. പ്രാകൃതന്മാർ, പിശാചിനെ അനുസരിച്ച് നടക്കുന്നവരാണ് പ്രാകൃതന്മാർ, മൃഗസ്വഭാവമുള്ളവർ. അല്ലെങ്കിൽ അവർക്ക് ആത്മാവില്ലാത്തവർ ആത്മാവില്ലാത്ത. കർത്താവ് പറഞ്ഞു, ഈ ആത്മാവിനെ അനുസരിച്ച് നടപ്പിന്, എന്നാൽ നിങ്ങൾ ജഡത്തിന്റെ മോഹം നിവർത്തിക്കയില്ല. അല്ലെങ്കിൽ ആത്മാവിനാൽ ജഡത്തിന്റെ മരിപ്പിക്കണം, ആത്മാവിനാൽ ജഡത്തെ മരിപ്പിക്കണം. ഹല്ലേലൂയ. റമാനസിക്കര. നമുക്കെല്ലാം നമ്മുടെ അകത്തൊരു ആനിമ സ്വഭാവം ഉണ്ട്, ഇവരെ മൃഗസ്വഭാവം ഉണ്ട്, പാപ സ്വഭാവം ഉണ്ട്. എന്നാൽ ആത്മാവിനാൽ ജഡത്തെ മരിപ്പിക്കണം. ഒരു ജഡ സ്വഭാവം ഉണ്ട്. ജഡസ്വഭാവം ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയുകയില്ല. ആത്മാവിനാൽ ജഡത്തെ മരിപ്പിക്കണം. ആത്മാവിനാൽ ജഡത്തെ മരിപ്പിക്കണം. അതിനാ ദൈവത്തെ നമ്മൾ ഘോഷിക്കണം, അതിനാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്, അതിനാണ് നമ്മൾ ആരാധിക്കുന്നത്. ഹല്ലേലൂയ. അതിനാണ് നമ്മൾ പ്രാർത്ഥന യോഗത്തിന് പോകുന്നത്. നമ്മുടെ പാപം കണ്ടുപിടിക്കാൻ നമ്മളെ തന്നെ ഒന്ന് വെടിപ്പാക്കണം. നശിക്കണം. നമ്മളെ തന്നെ വെടിപ്പാക്കിയില്ലെങ്കിൽ നല്ല വലിയ ഫോറസ്റ്റ് പോലെ ആകും നമ്മുടെ ഹൃദയം. അവിടെ ആരാ വാഴുന്നതെന്ന് പിന്നെ അറിയത്തില്ല. വന്യമൃഗങ്ങളും നശിക്കുന്ന പുഴുക്കളും ഉറുമ്പും എല്ലാം ഇൻസെക്ട്, വലിയ മൃഗത്തിന് വലുതും, ചെറുതുവർഗത്തിന് ചെറുതും, ഇങ്ങനെ എല്ലാം കൂടെ നിറഞ്ഞ ഒരു ഹൃദയമാണെങ്കിൽ അവിടെ വെളിച്ചം കയറുന്നില്ല. ഹല്ലേലൂയ. അവിടെ എന്തും വളരും, ഫോറസ്റ്റിൽ എന്തും വളരും, ആരും വളരും. എന്നാൽ നമ്മുടെ ഹൃദയം കെട്ടിയടയ്ക്കപ്പെട്ട തോട്ടമാണ്, മുദ്രയിട്ടപ്പെട്ട കിണറാണ്. ഹല്ലേലൂയ. നശിക്കര അവിടെ ആർക്കും കയറി വരാൻ പറ്റത്തില്ല. അതാണ് നമ്മളെ തന്നെ സൂക്ഷിക്കണം. നശിക്കര പ്രാകൃതന്മാർ, ആത്മാവില്ലാത്തവർ. ദൈവം തന്റെ ആത്മാവിനെ നമ്മുടെ ഉള്ളിൽ തന്നത് നമ്മുടെ തോട്ടം കാക്കാനാ.
നമ്മുടെ തോട്ടം കാക്കാനാണ് ദൈവം തന്റെ ആത്മാവിനെ നമ്മുടെ ഉള്ളിൽ തന്നത്. കാരണം പരിശുദ്ധാത്മാവാണ് നമ്മളെ കൺട്രോൾ ചെയ്യുന്നത്. പരിശുദ്ധാത്മാവ് നമ്മളോട് പറയും ഇന്നതിന് ചെയ്യരുത്, ഇന്നതിനെ കയറ്റരുത്. നമ്മുടെ വീടിന് താഴും താക്കോലുമുണ്ട്. എത്തിക്കുന്നത് നമ്മുടെ വീട് കെട്ടിയടക്കപ്പെട്ടതാണ്. അല്ലെങ്കിൽ അതിന് താഴും താക്കോല് വഴിയാൻ പോകുന്നവർക്കെല്ലാം നമ്മുടെ വീട്ടിൽ കയറി വരാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞതുപോലെ നമ്മുടെ ഹൃദയം കെട്ടിയടക്കപ്പെട്ട തോട്ടം, മുദ്രയിടപ്പെട്ട കിണറ്, ദൈവത്തിന്റെ ഭാലിക തോട്ടമാണ്, ദൈവത്തിന്റെ തോട്ടമാണ്. ഈ തോട്ടത്തെ നാം കാക്കണം. അല്ലെങ്കിൽ നമുക്കൊരു ഉത്തരവാദിത്തമുണ്ട്. അപ്പൊ പ്രാകൃതന്മാർ, നമ്മുടെ പ്രാകൃത സ്വഭാവം നമ്മൾ ഉണ്ടെങ്കിൽ അത് മാറ്റണം. ജഡമോഹം, കൺമോഹം, ജീവിതത്തിന്റെ പ്രതാപം, ഇതെല്ലാം മാറ്റിയിട്ട് നമ്മുടെ പരിശുദ്ധാത്മാവിനെ ഒരു അകത്ത് തന്ന് കർത്താവ് നമ്മളെ നടത്തുന്നത് എന്തിനാണെന്ന് വെച്ചാൽ ദൈവത്തിന് ഇഷ്ടമുള്ളവരായിട്ട് നമ്മൾ വളർന്നു വരണം. ദൈവത്തിന് ഇഷ്ടമുള്ളവരായിട്ട് ജീവിക്കണം. വേലി കെട്ടി കർത്താവ് നമുക്ക് വേലി കെട്ടിയിട്ടുണ്ട്. വചനം, പരിശുദ്ധാത്മാവ്, ദൈവത്തിന്റെ സാന്നിധ്യം, യേശുവിന്റെ സാന്നിധ്യം, യേശുവിന്റെ നാമം, ആ വലിയ പ്രൊട്ടക്ഷൻ, ദൈവത്തിന്റെ ആത്മാവിന്റെ വലിയ പ്രൊട്ടക്ഷൻ നമുക്കുണ്ട്. ദൈവത്തിന്റെ വചനം യോബിനോട് പിശാച് പോലും ദൈവത്തോട് പറയാണ്, യോബിന് ചുറ്റും വേലി കെട്ടിയിരിക്കുകയാണ്. അതുകൊണ്ടാണ് അവൻ ദൈവത്തെ ത്യജിച്ച് പറയാത്തത്. ദൈവത്തിന്റെ ആത്മാവിന്റെ ഒരു വേലി നമുക്ക് ചുറ്റുമുണ്ട്, ഒരു തീമതില് നമുക്ക് ചുറ്റുമുണ്ട്. അതുകൊണ്ടാണ് പലപ്പോഴും പാപം ചെയ്യണമെന്ന് തോന്നിയാലും നമുക്ക് പാപം ചെയ്യാൻ അനുവദിക്കാത്തത്. ദൈവത്തിന്റെ ആത്മാവിന്റെ മതിലാണ്, ദൈവത്തിന്റെ ആത്മാവിന്റെ കൺട്രോളാണ്. എന്നാൽ ദൈവത്തിന്റെ ആത്മാവ് വിട്ടുപോയാൽ എന്തും ചെയ്യും, എന്തും പ്രവർത്തിക്കും. മനസാക്ഷി മരിച്ചാൽ എന്തും ചെയ്യും, എന്തും പറയുന്നതിനും ഒരു കൂസലുമില്ല. എവിടെയും പോകും, എന്തും കൺട്രോൾ ഇല്ലാത്ത ജീവിതം. നമുക്കറിയാം, നമ്മുടെയൊക്കെ കാറിന് ബ്രേക്ക് ഉണ്ട്. അല്ലെങ്കിൽ നമ്മളൊക്കെ സ്പീഡിൽ പോയിട്ടിപ്പോൾ നമ്മളൊക്കെ എന്തിനാ ബ്രേക്ക് ചെയ്ത്, പക്ഷെ ബ്രേക്ക് ഇല്ലെങ്കിൽ ഈ കാർ എവിടെയെങ്കിലും ചെന്ന് ഇടിക്കും. ബ്രേക്ക് ഇല്ലെങ്കിൽ ഈ കപ്പൽ എവിടെയെങ്കിലും ചെന്ന് ഇടിക്കും. ദൈവം നമുക്ക് ബ്രേക്ക് തന്നിട്ടുണ്ട്. അതാണ് ദൈവത്തിന്റെ വചനം. ദൈവത്തിന്റെ വചനമാണ് നമ്മുടെ കൺട്രോൾ. ഡിസിപ്ലിൻ ഇല്ലാതെ നമ്മൾ ജീവിച്ചു കഴിഞ്ഞാൽ ഈ ജീവിതം എവിടെയെങ്കിലും തകരും. അതുകൊണ്ട് ഡിസിപ്ലിൻ ഉള്ള ജീവിതമാണ് നല്ലത്. കർത്താവ് പറഞ്ഞു, അത് പറയരുത്, അത് ചെയ്യരുത്, അവിടെ പോകരുത്, അത് നോക്കരുത്, അത് കാണരുത്. പ്രാകൃതമായ സ്വഭാവത്തിന് ഒരു വ്യത്യാസം. അപ്പൊ അന്ത്യകാലത്ത് നമ്മൾ കണ്ടു പരിഹാസികൾ, അന്ത്യകാലത്തുള്ളവര് ഭിന്നതയുണ്ടാക്കും. പ്രാകൃത മനുഷ്യൻ, അതായത് ആനിമലിന്റെ സ്വഭാവം, ആരോടും ഒടക്കും. എവിടെ ഒരു കൺട്രോളില്ല, ദേശത്തിനൊരു കൺട്രോളില്ല, മോഹത്തിനൊരു കൺട്രോളില്ല. ഹൃദയത്തിന് വരുന്ന എന്ത് വിചാരവും ഏത് വിചാരത്തെയും ക്രിസ്തുവിനോടുള്ള അനുസരണത്തിനായിട്ട് പിടിച്ചടക്കണമെന്നാണ് 2 കൊരിന്ത്യർ ലേഖനം 10:5 പറയുന്നത്. കൺട്രോൾ ഇടണം, ചിന്തകൾക്കൊരു കൺട്രോൾ ഇടണം. നാവിനൊരു കൺട്രോൾ ഇടണം, കണ്ണിനൊരു കൺട്രോൾ ഇടണം, ചെവിക്കൊരു കൺട്രോൾ ഇടണം, കാലുകൾക്കൊരു കൺട്രോൾ ഇടണം. ഒരു ബ്രേക്ക് വേണം എല്ലാത്തിനും. ആത്മസംയമനം ഇല്ലാത്ത മനുഷ്യൻ മതിലില്ലാതെ ഇടിഞ്ഞു കിടക്കുന്ന പട്ടണം പോലെ അത്രേ. ആത്മസംയമനം ഇല്ലാത്ത മനുഷ്യൻ മതിലില്ലാതെ ഇടിഞ്ഞു കിടക്കുന്ന പട്ടണം പോലെ അത്രേ. ദൈവമക്കളെ, ആദാമിനോട് പറഞ്ഞു, നിന്റെ തോട്ടം കാക്കണം. അതായത് നീ മതിൽ കെട്ടണം, വചനം കൊണ്ട് മതിൽ കെട്ടണം, പ്രാർത്ഥന കൊണ്ട് മതിൽ കെട്ടണം, ആത്മീയ ആരാധന അവിടുന്ന് ഉയരണം. അല്ലെങ്കിൽ അങ്ങനെയെങ്കിൽ മാത്രമേ ശത്രുവിൽ നിന്ന് നിനക്ക് പ്രൊട്ടക്ഷൻ ഉള്ളൂ. അല്ലെങ്കിൽ പിശാച് നിന്നെ പന്താടും. ബ്രേക്ക് ഇല്ലാത്ത വണ്ടി ഇടിക്കുന്ന പോലെ നിന്റെ ജീവിതം എവിടെയെങ്കിലും പോയി തകരും. ദൈവം അതിന് സമ്മതിക്കത്തില്ല. അതുകൊണ്ടാണ് കർത്താവ് ദൈവത്തിന് വേണ്ടി ദൈവസന്നിധി പ്രാർത്ഥിക്കുന്ന, ഉപവസിക്കുന്ന, ആരാധിക്കുന്ന, സ്വന്തം ജീവിതം കൺട്രോൾ ചെയ്യുന്ന ഒരു വ്യക്തിയെ ദൈവം സൂക്ഷിക്കും. അതാണ് ഇവർ കാണുന്നത്. അന്ത്യകാലത്ത് പരിഹാസികൾ, ഭിന്നതയുണ്ടാക്കുന്നവർ, പ്രാകൃതന്മാർ, മൃഗത്തിന്റെ സ്വഭാവം, ആത്മാവില്ലാത്തവർ, ആത്മാവിനാൽ ജഡത്തിന്റെ പ്രവർത്തികളെ മരിപ്പിക്കണം. അപ്പോൾ ആത്മാവില്ലെങ്കിൽ എങ്ങനെയാ പറ്റുന്നേ? അപ്പൊ ദൈവസന്നിധിയിൽ ആത്മാവിനെ പ്രാപിക്കണം. എങ്കിൽ മാത്രമേ ദൈവത്തിന്റെ ആത്മാവ് അരുതേ എന്ന് പറയുമ്പോൾ അതിനെ ഈൽഡ് ചെയ്യാനുള്ള ഒരു പവർ, അതിനെ കീഴടങ്ങാൻ, അതിനനുസരിപ്പാനുള്ള ശക്തി നമുക്ക് കിട്ടത്തുള്ളൂ. അന്ത്യകാലത്ത് ആത്മാവില്ലാത്തവർ. എന്നാൽ ഇതിനകത്ത് പോലെ നിങ്ങളോ പ്രിയമുള്ളവരെ, നമ്മൾ 20-ാം വാക്യം നിങ്ങളുടെ വായിക്കാം, 20-21 നിങ്ങളുടെ വായിക്കാം. നിങ്ങളോ പ്രിയമുള്ളവരെ, നിങ്ങളുടെ അതിവിശുദ്ധ വിശ്വാസത്തെ ആധാരമാക്കി നിങ്ങൾക്ക് തന്നെ ആത്മീയവർദ്ധന വരുത്തിയും പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിച്ചും നിത്യജീവനായിട്ട് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ കരുണയ്ക്കായി കാത്തിരുന്നുകൊണ്ട് ദൈവസ്നേഹത്തിൽ നിങ്ങളെ തന്നെ സൂക്ഷിച്ചുകൊള്ളുവിൻ. അപ്പോൾ നിങ്ങളോ പ്രിയമുള്ളവരെ, നിങ്ങളുടെ അതിവിശുദ്ധ വിശ്വാസം, നമ്മുടെ വിശ്വാസം വിശ്വാസമാണ്. ലോകത്തിൽ പലരും പലതും വിശ്വസിക്കും. എന്നാൽ നമ്മുടെ വിശ്വാസം അതല്ല.
നമ്മുടെ വിശ്വാസം ദൈവം തന്നതാണ്. നമ്മുടെ വിശ്വാസം ദൈവം പറയുന്നതാണ് നമ്മൾ വിശ്വസിക്കുന്നത്. ദൈവത്തിന്റെ വചനത്തിലുള്ളതാണ് നമ്മൾ വിശ്വസിക്കുന്നത്. അതാണ് അതിവിശുദ്ധ വിശ്വാസം. അല്ലെങ്കിൽ നിങ്ങൾ പ്രിയമുള്ളവരെ, നിങ്ങളുടെ അതിവിശുദ്ധ വിശ്വാസത്തെ ആധാരമാക്കി നിങ്ങൾക്ക് തന്നെ ആത്മീക വർധന വരുത്തിയും നമുക്ക് തന്നെ ആത്മീയ വർധന വരുത്തണം. എങ്ങനെയാണ് ആത്മീയ വർധന വരുത്തുന്നത്? അന്യഭാഷയിൽ പ്രാർത്ഥിക്കുന്നവൻ തനിക്ക് തന്നെ ആത്മീയ വർധന വരുത്തുന്നു. അല്ലെങ്കിൽ പ്രവചിക്കുന്നതിനോ സഭയ്ക്ക് ആത്മീയ വർധന വരുത്തുന്നു. അപ്പൊ നമുക്ക് ആത്മീയ വർധന വരുത്തണമെങ്കിൽ അന്യഭാഷയിൽ പ്രാർത്ഥിക്കണം. അന്യഭാഷയിൽ ആരാധിക്കുന്നവർ തനിക്ക് തന്നെ ആത്മീയവർത്തന വരുത്തുന്നു. ആത്മീയവർത്തന വരുത്തണം. അന്ത്യകാലത്തിൽ ചെയ്യേണ്ട കാര്യങ്ങളാണ്. അതിവിശുദ്ധ വിശ്വാസത്തെ ആധാരമാക്കി ഹല്ലേലൂയ ആത്മീക വർധന വരുത്തണം. നിങ്ങൾക്ക് തന്നെ ആത്മീക വർധന വരുത്തണം. പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിക്കണം. നിത്യജീവൻ. അപ്പൊ ഇത് പരിശുദ്ധാത്മാവിനെ പ്രാപിക്കാത്ത ഒരു പരിശുദ്ധാത്മാവിനെ പ്രാപിക്കണം. കാരണം നമുക്ക് വിശുദ്ധിയിൽ ജീവിക്കേണ്ടിയല്ല. പരിശുദ്ധാത്മാവാണ് നമ്മളെ നീതിയെക്കുറിച്ചും ന്യായത്തെക്കുറിച്ചും പാപത്തെക്കുറിച്ചും ബോധം വരുത്തുന്നത്. പാപത്തെക്കുറിച്ച് ബോധം വരുത്തുന്നതുകൊണ്ടാണ് നമ്മൾ പാപം ചെയ്യാതെ നമുക്ക് ജീവിക്കാൻ കഴിയുന്നത്. ശത്രു നമ്മളെ പാപത്തിന് പ്രേരിപ്പിക്കുമ്പോൾ അത് അരുതേ എന്ന് നമ്മുടെ അകത്തെന്ന് പറയുന്നത് പരിശുദ്ധാത്മാവിന്റെ ശക്തിയാണ്. അതാണ് പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിക്കണം. ഹാലേലൂയ. ആ നിത്യജീവനായിട്ട് നമ്മുടെ കർത്താവായ കരുണയ്ക്കായി കാത്തിരുന്നുകൊണ്ട് പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിക്കണം. നിത്യജീവനായിട്ട് കാത്തിരിക്കണം. ദൈവമക്കളെ, നമ്മൾ എന്തിനാ കാത്തിരിക്കുന്നത്? നമ്മൾ പലതിനായിട്ടും കാത്തിരിക്കുന്നവരാ. എന്നാൽ അതിലൊക്കെ ഉപരി കുഞ്ഞുങ്ങളെ പരീക്ഷ പാസ്സാൻ കാത്തിരിക്കും. പരീക്ഷ പാസ്സായ ഒരു ജോലിക്ക് വേണ്ടി കാത്തിരിക്കും. ജോലി കിട്ടിയ ഒരു മാര്യേജിനായി കാത്തിരിക്കും. കല്യാണം കഴിച്ച ഒരു മക്കൾക്കായി കാത്തിരിക്കും. അല്ലെങ്കിൽ വീടിനായി കാത്തിരിക്കും. ഇങ്ങനെ മക്കളുടെ വിദ്യാഭ്യാസത്തിനായി, മക്കളുടെ മാര്യേജിനായി, ഇങ്ങനെ പലതിനായിട്ട് നമ്മൾ കാത്തിരിക്കുന്നവരാ. എന്നാൽ കർത്താവ് പറയുന്നത് അതിനെക്കാട്ടൊക്കെ ഉപരി നിങ്ങൾക്ക് തന്നെ ആത്മീയവർത്തന വരുത്തിയും പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിച്ചും നിത്യജീവനായിട്ട് കാത്തിരിക്കണം. നിത്യജീവനായിട്ട് കാത്തിരിക്കണം. യേശു ക്രിസ്തുവിന്റെ കരുണയ്ക്കായി കാത്തിരിക്കണം. അതിന് ദൈവ സ്നേഹത്തെ നിങ്ങളെ തന്നെ സൂക്ഷിച്ചുകൊള്ളുവൻ. ദൈവ സ്നേഹത്തെ തന്നെ സൂക്ഷിച്ചു. ദൈവമക്കളെ, പലരും നന്നായിട്ട് തുടങ്ങിയവർ പലരും പട്ടുപോയി. അല്ലെങ്കിൽ ആ യൂദായുടെ ലേഖനത്തിൽ തന്നെ എഴുതാൻ തുടങ്ങിയത് ഹല്ലേലൂയ പൊതുവിലുള്ള രക്ഷയെക്കുറിച്ച്. അതാണ് 3-ാം വാക്യത്തിൽ പറയുന്നത്. അതൊന്ന് വായിക്കാം. നമുക്ക് പൊതുവിലുള്ള രക്ഷയെക്കുറിച്ച് നിങ്ങൾക്ക് എഴുതുവാൻ സകല പ്രയത്നവും ചെയ്യുകയും വിശുദ്ധന്മാർക്ക് ഒരിക്കലായിട്ട് ഭരമേൽപ്പിച്ചിരിക്കുന്ന വിശ്വാസത്തിന് വേണ്ടി പോരാടേണ്ടതിന് പ്രബോധിപ്പിച്ചെഴുതുവാൻ ആവശ്യമെന്ന് എനിക്ക് തോന്നി. അതെ, നമ്മുടെ ദൈവത്തിന്റെ കൃപയെ ദുഷ്ടാമ പ്രവൃത്തിക്ക് ഹേതുവാക്കി ഏകനാഥനും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിനെ നിഷേധിക്കുന്ന അഭക്തരായ ചില മനുഷ്യർ നുഴഞ്ഞു വന്നിരിക്കുന്നു. അവരുടെ ഈ ശിക്ഷാവിധി പണ്ട് തന്നെ എഴുതിയിരിക്കുന്നു. ആമേൻ. അപ്പൊ നമ്മുടെ ജീവിതം വളരെ കെയർഫുൾ ആയിട്ട് നമ്മൾ ജീവിക്കണം. ഹല്ലേലൂയ. അതിലാണ് കർത്താവ് ബ്രേക്ക് തന്നിരിക്കുന്നത്. ഹല്ലേലൂയ. ബ്രേക്ക് ചവിട്ടി നമ്മൾ ഡേഞ്ചറസ് സോണിൽ ചെല്ലുന്നതിന് മുമ്പേ കർത്താവ് ഹല്ലേലൂയ നമ്മുടെ ജീവിതത്തിനൊരു ബ്രേക്ക്. അതാണ് വചനം. നീ പോകുന്നത് ശരിയാണോ എന്ന് നമ്മൾ പരിശോധിക്കണം. ഹല്ലേലൂയ. ഞാൻ പാപം ചെയ്യാതിരിക്കാൻ വചനത്തെ എന്റെ ഹൃദയത്തിൽ സംഗ്രഹിച്ചിരിക്കുന്നു. 119-ാം സങ്കീർത്തനം 11-ാം വാക്യം. നിന്നോട് പാപം ചെയ്യാതിരിക്കേണ്ടതിന് നിന്റെ വചനത്തെ എന്റെ ഹൃദയത്തിൽ സംഗ്രഹിച്ചിരിക്കുന്നു. ഈ വചനത്തെ നമ്മൾ ധ്യാനിച്ചുകൊണ്ട് നടന്നാൽ നമ്മുടെ സാഹചര്യം വരുമ്പോൾ ഈ വചനത്തിലൂടെ കർത്താവ് നമ്മളോട് സംസാരിക്കും. അതരുതെന്ന് പറയും. അപ്പോൾ പാപത്തിൽ നിന്ന് നമ്മളെ വിടുവിക്കുന്നത് പരിശുദ്ധാത്മാവ് നമ്മളോട് പറയും, കുഞ്ഞെ അതരുത്. ഹല്ലേലൂയ. വചനം നമ്മളോട് പറയും അതരുത്. ഹല്ലേലൂയ. ഹല്ലേലൂയ. അപ്പോൾ ഈ ദൈവത്തിന്റെ വചനം നമ്മളോട് സംസാരിക്കും അതരുത്. അങ്ങനെ ഈ വചനത്തെ ഇവിടെ പറയുന്ന പൊതുവിലുള്ള രക്ഷയെക്കുറിച്ച് നിങ്ങൾക്ക് എഴുതുവാൻ സകല പ്രയത്നവും ചെയ്യുക വിശുദ്ധന്മാർക്ക് ഒരിക്കലായിട്ട് വരമേൽപ്പിച്ചിരിക്കുന്ന വിശ്വാസത്തിന് വേണ്ടി പോരാടേണ്ടതിന് പ്രബോധിച്ചെഴുതുവാൻ ആവശ്യമെന്ന് എനിക്ക് തോന്നി. അതായത് പുറത്തുള്ളവരോട് സുവിശേഷം അറിയിക്കാനാണ് യൂദ എഴുതി തുടങ്ങിയത്. പക്ഷേ കർത്താവ് പറഞ്ഞ അകത്തുള്ളവരൊന്ന് കൊണപ്പെടട്ടോ. അല്ലേ? പുറത്തുള്ളവൻ കൊണപ്പെടാൻ വേണ്ടി എഴുതിയപ്പോ പരിശുദ്ധാത്മാവ് പറഞ്ഞു, നീ പുറത്തുള്ളവരെ കാട്ടി ഈ അകത്തിരിക്കുന്നെന്ന് ചിന്തിക്കുന്നവരൊന്ന് കൊണപ്പെടാൻ വേണ്ടി എഴുതാൻ. കാരണം ഈ അകത്തിരിക്കുന്നവരും അങ്ങ് ചെന്നെത്തുമെന്ന് സംശയമാണ്. അതുകൊണ്ട് ചെന്നെത്തുമെന്ന് ചിന്തിക്കുന്ന നമ്മളൊക്കെ നമ്മുടെ ജീവിതത്തെ ഒന്ന് പരിശോധിക്കുന്നത് നല്ലതായിരിക്കും. ഹല്ലേലൂയ. തന്നെത്താൻ സൂക്ഷിക്കണം. എണ്ണയുണ്ടോ എന്ന് പരിശോധിക്കണം. ഹല്ലേലൂയ. വിശ്വാസത്തിൽ ഇരിക്കുന്നോ എന്ന് പരിശോധിക്കണം. ഹല്ലേലൂയ. ദൈവകൃപയിലാണോ എന്ന് പരിശോധിക്കണം. ദൈവത്തിന്റെ ഹല്ലേലൂയ വചനമായിട്ട് നമ്മുടെ ജീവിതം തട്ടിച്ചു നോക്കണം. ഹല്ലേലൂയ. ദൈവത്തിന്റെ ആ ആത്മാവിന്റെ ഫലം കായ്ക്കുന്നുണ്ടോ എന്ന് നോക്കണം. നമ്മളിൽ തന്നെ സ്നേഹമുണ്ടോ, സന്തോഷമുണ്ടോ, സമാധാനമുണ്ടോ, ഹല്ലേലൂയ, സൗമ്യതയുണ്ടോ, ദീർഘക്ഷമയുണ്ടോ, ഹല്ലേലൂയ, പരോപകാരമുണ്ടോ, ഇന്ദ്രിയ ജയമുണ്ടോ,
അല്ലല്ലേ ഇന്ദ്രിയ ജയമുണ്ടോ? ശിവാന സീക്കര വനാ ശിവോദര ഇതെല്ലാം ഉണ്ടോ എന്ന് നോക്കണം. കർത്താവ് ചോദിച്ചു, നിങ്ങളെ തന്നെ, നിങ്ങൾ വിശ്വാസത്തിൽ ഇരിക്കുന്നുവെന്ന് നിങ്ങളെ തന്നെ പരീക്ഷിപ്പിൻ, പരിശോധിപ്പിൻ. അപ്പൊ ഈ വചനമായിട്ട് നമ്മുടെ ജീവിതത്തെ, ഇവൻ അത് 2 കൊരിന്ത്യർ ലേഖനം 13:5 അല്ലല്ലേ, വചനവുമായിട്ട് നമ്മുടെ ജീവിതത്തെ തട്ടിച്ച് നോക്കിയില്ലെങ്കിൽ നമ്മൾ അല്ലെങ്കിൽ ഇന്നിപ്പോ കേട്ട പോലെ ധനവാൻ നരകത്തിൽ ചെന്നപ്പോൾ അവന് പാപബോധം വരുന്നത്. ധനവാൻ നരകത്തിൽ ചെന്നപ്പോഴോ അവന് സുവിശേഷം പറയണമെന്നൊരു ചിന്ത വന്നേ. അത് ഈസ് ടു ലേറ്റ് ഇല്ല. അതുകൊണ്ട് കർത്താവ് പറയുന്നത്, നിങ്ങൾ വിശ്വാസത്തിൽ ഇരിക്കുന്നുവെന്ന് നിങ്ങളെ തന്നെ പരീക്ഷിക്കൻ, നിങ്ങളെ തന്നെ ശോധന ചെയ്തൻ, നിങ്ങൾ കൊള്ളരുതാത്തവർ അല്ല എന്ന് വരികൻ. യേശു ക്രിസ്തു നിങ്ങൾ ഉണ്ടെന്ന് നിങ്ങളെ തന്നെ അറിയുന്നില്ല. അപ്പോൾ നമ്മൾ ഏത് മെഷീനും, നമ്മുടെ ജോലിയിലൊക്കെ ഉള്ള മെഷീനുണ്ട് അല്ലെ, ഷുഗർ ചെക്ക് ചെയ്യുന്ന മെഷീനൊക്കെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് കാലിബ്രേറ്റ് ചെയ്യണം. അല്ലേലില്ല, ഇത് ശരിക്കും തന്നെയാണോ ഓടുന്നതെന്ന്. അല്ലേലില്ല, അല്ലെങ്കിൽ അത് റോങ് ആയിട്ടുള്ള ഇൻഫർമേഷൻ നമുക്ക് തരും, റോങ് ആയിട്ടുള്ള ഇൻഫർമേഷൻ. അപ്പം നമ്മൾ പല മെഷീനും എപ്പോഴും ചെക്ക് ചെയ്യും. അല്ലേലില്ല, ചെക്ക് ചെയ്യണം, അല്ലെങ്കിൽ അത് റോങ് ആയിട്ട് ഉള്ള ഇൻഫർമേഷൻ തരും. അതുപോലെ തന്നെ നമ്മുടെ ജീവിതം തന്നെ നമ്മൾ ചെക്ക് ചെയ്യണം. ഞാൻ വിശ്വാസത്തിൽ തന്നെയാണോ ഇരിക്കുന്നത്? ഞാൻ ദൈവകൃപയിൽ തന്നെയാണോ? ഹല്ലേലൂയ. ഓ റമാനസിക്കര, നിങ്ങൾ കൊള്ളരുതാത്തവരല്ല എന്ന് വരിക. യേശു ക്രിസ്തു നിങ്ങൾ ഉണ്ടെന്ന് നിങ്ങളെ തന്നെ അറിയുന്നില്ലയോ? അപ്പൊ ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ കാറിന് ഓയിൽ ചെക്ക് ചെയ്യണം, ഓയിൽ ചേഞ്ച് ചെയ്യണം. അല്ലേല, പലതും ചെക്ക് ചെയ്യണമെന്ന് ഈ ലൈറ്റ് കത്തി കാണിക്കും എന്ന് പറഞ്ഞ പോലെ കുറെ നാൾ ഓടിക്കഴിയുമ്പോൾ നമ്മളെ തന്നെ ഒന്ന് ചെക്ക് ചെയ്യണം. കർത്താവേ, ഞാൻ നിന്റെ പാതയിൽ തന്നെയാണോ? ഞാൻ നിന്റെ പാതയിൽ തന്നെയാണോ? അല്ലെങ്കിൽ എന്നെ നിന്റെ പാതയിൽ കൊണ്ടുവരണം. താൻ സൂക്ഷിക്കണം, നമ്മളെ തന്നെ ചെക്ക് ചെയ്യണം, നമ്മളെ തന്നെ പരീക്ഷിക്കണം, നമ്മളെ തന്നെ പരിശോധിക്കണം, നമ്മളെ തന്നെ സൂക്ഷിക്കണം. അല്ലല്ല, നമ്മളെ തന്നെ വെടിപ്പാക്കണം, നമ്മളെ തന്നെ കഴുകണം, നമ്മളെ തന്നെ ശുദ്ധീകരിക്കണം. അല്ലല്ല, നമ്മൾ ചെയ്യുന്ന പല കാര്യങ്ങളുണ്ട്. കാരണം ഈ മെഷീൻ കർത്താവ് തന്നിരിക്കുന്ന ഈ ജീവിതം ദൈവത്തിന്റെ വഴിയിൽ തന്നെയാണോ ജീവിക്കുന്നതെന്ന് നമ്മളെ തന്നെ ഒന്ന് ചെക്ക് ചെയ്യണം. അല്ലേലില്ല, നിങ്ങൾ വിശ്വാസത്തിൽ ഇരിക്കുന്നുവെന്ന് നിങ്ങളെ തന്നെ പരീക്ഷിക്കണം. ആ ബുദ്ധിയില്ലാത്ത കന്യകമാർക്ക് പറ്റിയത് എന്താണെന്ന് അറിയാമോ? പരീക്ഷിച്ചില്ല, അവർ തങ്ങളെ തന്നെ പരിശോധിച്ചില്ല. ഓ റമാൻ, എല്ലാവരും പോകുന്ന കൂട്ടത്തിൽ, എല്ലാവരും പാടുന്ന കൂട്ടത്തിൽ പാടി, എല്ലാവരും എണ്ണയില്ല എന്നുള്ള കാര്യം അവർക്ക് മനസ്സിലായില്ല. കാരണം അവരെ തന്നെ അവർ പരിശോധിച്ചില്ല, അവരെ തന്നെ അവർ ശോധന ചെയ്തില്ല, അവരെ തന്നെ അവർ ടെസ്റ്റ് ചെയ്തില്ല. അവർ മറ്റുള്ളവരെയൊക്കെ ടെസ്റ്റ് ചെയ്ത് നടന്നു. ഹല്ലേലൂയ, നമുക്ക് പറ്റാം ഈ ദുർഭാഗ്യാവസ്ഥ നമുക്ക് വന്നുകൂടാ. അവർ പലരെയും ചെക്ക് ചെയ്യും. എന്നാൽ എന്നെ തന്നെ പരിശോധിക്കണം, നമ്മളെ തന്നെ പരിശോധിക്കണം, നിങ്ങളെ തന്നെ പരിശോധിപ്പിൻ, നിങ്ങളെ തന്നെ ശോധന ചെയ്ത്, നിങ്ങളെ തന്നെ പരീക്ഷിപ്പിൻ, നിങ്ങളെ തന്നെ ശുദ്ധീകരിപ്പിൻ. ഹല്ലേലൂയ. അല്ലല്ലേ, അപ്പോഴ് ഈ യൂദാ നസീക്കര ഇവരെയൊക്കെ ആലയിലെ പൊതുവിലുള്ള വെളിയിലുള്ളവരെ നേടാൻ നോക്കി. എന്നാൽ കർത്താവ് പറഞ്ഞു, നോ, അകത്തുള്ളവരൊന്ന് ശരിയാകട്ടെ ആദ്യം. അകത്തുള്ളവർ ശരിയായി കഴിഞ്ഞാൽ പുറത്തുള്ളവരെ നേടാൻ ഒരു പ്രയാസവും ഇല്ല. അല്ലല്ല, അപ്പോൾ യൂദാ അങ്ങനെ എല്ലാം തുടങ്ങിയപ്പോൾ കർത്താവ് പറഞ്ഞു, വിശുദ്ധന്മാർക്ക് ഒരിക്കലായിട്ട് വരമേൽപ്പിച്ചിരിക്കുന്ന വിശ്വാസത്തിന് വേണ്ടി പോരാടേണ്ടതിന് പ്രബോധിപ്പിച്ചെന്ന് ആവശ്യമെന്ന് എനിക്ക് തോന്നി. നമ്മുടെ ദൈവത്തിന് കൃപയെ ദുഷ്കാമ വൃത്തിക്ക് ഹേതുവാക്കി ഏകനാഥന് നമ്മുടെ കർത്താവ് യേശു ക്രിസ്തുവിനെ നിഷേധിക്കുന്ന അഭക്തരായ ചില മനുഷ്യർ നുഴഞ്ഞു വന്നിരിക്കുന്നു. അവരുടെ ശിക്ഷാവിധി പണ്ട് തന്നെ എഴുതിയിരിക്കുന്നു. ദൈവമക്കളെ, ദൈവത്തിന്റെ സന്നിധി നമുക്ക് സ്വാതന്ത്ര്യമുണ്ട്. പക്ഷെ ഈ സ്വാതന്ത്ര്യം ദുഷ്ടതയ്ക്ക് മറയാക്കരുത്. ഇവിടെ രക്ഷയുണ്ട്, ഇവിടെ സ്വാതന്ത്ര്യമുണ്ട്, ഇവിടെ നിങ്ങൾക്ക് സ്വർഗത്തിൽ പോകാം എന്ന് പറഞ്ഞ് ഇവിടെ വിശുദ്ധന്മാരുടെ കൂട്ടമാണ് എഴുതി വെളിയിൽ ലേബൽ വെച്ചിട്ട് അകത്ത് കയറിയിരുന്ന് വേറെ പരിപാടി ചെയ്ത് കഴിഞ്ഞാൽ ദാറ്റ് ഈസ് ഡേഞ്ചറസ്. അതാണ് ഇവിടെ ചെയ്യുന്നത്. ഈ ഉദാഹരണ പുസ്തകം 4-ാം അധ്യായത്തിൽ അതാണ് അവർ ചെയ്യുന്നത്. ദൈവത്തിന്റെ കൃപായുഗം എന്ന് പറഞ്ഞ് എനിക്ക് എങ്ങനെ ജീവിക്കാമെന്ന് ഒരു കൂട്ടർ ഇറങ്ങിയിട്ടുണ്ട്. കൃപായുഗം, ഏത് പാപം ചെയ്താലും ദൈവം ക്ഷമിക്കും, എനിക്ക് എങ്ങനെയും ജീവിക്കാം. ഒരു ദിവസം കൈപൊക്കി യേശുവിനെ രക്ഷിതാവായി പറഞ്ഞാൽ മതി, അല്ലെങ്കിൽ പിന്നെ എനിക്ക് എങ്ങനെയും ജീവിക്കാം. കൃപായുഗം എന്ന് പറഞ്ഞ് അവർ ദുഷ്കാമ പ്രവൃത്തി, ഹല്ലേലൂയ, ദുർനടപ്പിന് രസിക്കുക അവരെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കും. ദുഷ്കാമ പ്രവൃത്തിക്ക് ഹേതുവാക്കി ഏകനാഥന് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിനെ നിഷേധിക്കുന്ന അഭക്തരായ ചില മനുഷ്യർ നുഴഞ്ഞു വന്നിരിക്കുന്നു. കാരണം ഇത് വിശുദ്ധന്മാരുടെ കൂട്ടമെന്ന് ലേബൽ എഴുതിയിരിക്കുമ്പോൾ ലോകത്തിലുള്ള ആർക്കും ഒരു സംശയവും ഇല്ല. അവരവർക്ക് ഇതിനകത്തിരിക്കുന്നവരെല്ലാം വിശുദ്ധന്മാരാണ്. എന്നാൽ കർത്താവ് ഇതിനകത്ത് നമ്മൾ ശരിയായില്ലെങ്കിൽ ദൈവകൃപയെ നമ്മൾ അലക്ഷ്യമാക്കി കളയരുത്. ദൈവകൃപയെ അലക്ഷ്യമാക്കി കളയരുത്. ഓ റമാനസിക്കരോ ഹാലയിൽ നിങ്ങൾക്ക് ദൈവത്തിന് കൃപ ലഭിച്ചത് വൃതാമാക്കി കളയരുത്.
ഹല്ലേലൂയ. ഓ റബ്ബാനസിക്കര കർത്താവിന് വേണ്ടി നമ്മളെ തന്നെ ഒരുക്കുവാൻ, മറ്റുള്ളവരെ ഒരുക്കുവാൻ കർത്താവ് തന്നിരിക്കുന്ന ഒരു ഭാഗ്യ പദവിയാണിത്. എന്നാൽ റബ്ബാനസിക്കര നമ്മൾ മൂടുപട വിട്ടുകൊണ്ട് ഞങ്ങൾ ഇവാണ് വിശുദ്ധന്മാരെന്ന മൂടുപട ഇട്ടിട്ട് അതിനകത്തിരുന്ന് നമ്മൾ വേറെ പരിപാടി ചെയ്താൽ ദ്രവ്യാഗ്രഹം, സ്ഥാനമോഹം, ജഡമോഹം, കൺമോഹം, ജീവനത്തിന്റെ പ്രതാപം, ഇങ്ങനെ പലവിധ വിഷയങ്ങൾ സഭയിൽ അല്ലെ ദൈവജനത്തിന്റെ ഹൃദയത്തിൽ നുഴഞ്ഞു കയറാൻ ചാൻസ് ഉണ്ട്. അപ്പൊ കർത്താവ് പറഞ്ഞു, നീ നിന്നെ തന്നെ സൂക്ഷിക്കണം, ഞാൻ എന്നെ തന്നെ സൂക്ഷിക്കണം. ഒരു മാനസിക്കരോ വനോ ജീവതര നമ്മളെ തന്നെ സൂക്ഷിച്ചില്ലെങ്കിൽ ശത്രു നമ്മുടെ ബലഹീന വശത്തൂടെ അകത്ത് കയറി നമ്മളെ തകർത്ത് കളയും. അതിന്റെ വീഴ്ച വലുതാണ്. വീഴ്ചയുടെ ശബ്ദം കേൾക്കുമ്പോഴേ മനുഷ്യൻ അറിയത്തുള്ളൂ. അനേകര് ഈ വീണവരൊക്കെ പലരും അവരോട് പറഞ്ഞു കാണും, ഹല്ലേലൂയ, ദൈവദാസന്മാര് പറഞ്ഞു കാണും, കുഞ്ഞത് തെറ്റാ. ദൈവ പ്രവാചകന്മാർ പറഞ്ഞു കാണും, മക്കളത് തെറ്റാ, അങ്ങനെ ചെയ്യരുത്. വചനത്തിൽ കൂടെ അവരോട് ഇടപെട്ട് കാണും. അവർ റിവാനസിക്കര ആളിൽ അവരെ എതിർക്കുന്ന ആ സൂചിയെല്ലാം ഒടിച്ചിട്ട് അവര് റിവാനസിക്കര അതിന്റെ അപ്പുറത്ത് ചാടി. ഹല്ലേലൂയ. മതിലൊക്കെ ചാടി, ആ മതിലെല്ലാം പൊളിച്ചിട്ട് അവർ അപ്പുറത്ത് ചാടി. ഹല്ലേലൂയ. അവിശ്വാസത്തിന്റെ, ദ്രവ്യാഗ്രഹത്തിന്റെ, റിവാന ദുർനടപ്പിന്റെ, ഹല്ലേലൂയ, റിവാൻ വേലിക്കെട്ട് പൊളിച്ചവർ അപ്പുറത്ത് ചാടി. പിശാച് നിന്നെ റവാനസിക്കര, പിശാച് നിന്റെ വേലി പൊളിക്കും. റവാനസിക്കര, നീ എന്നെ തന്നെ സൂക്ഷിച്ചില്ലെങ്കിൽ, പിശാച് നിന്റെ ദൈവത്തിന്റെ ആത്മാവിനെ പ്രമാണിച്ച് നടത്തില്ലെങ്കിൽ ശത്രു നിന്റെ വേലി പൊളിക്കും, നിന്നെ അപ്പുറത്ത് കൊണ്ടുപോകും. റവാനസിക്കരവാൻ അപ്പുറത്ത് കൊണ്ടുപോയി പിന്നെ നീ ഒരിക്കലും പിടികിട്ടാതെ വണ്ണം, ഹല്ലേലൂയ, റവാനസിക്ക ലോകമനുഷ്യനായി ജീവിച്ച് നശിക്കുവാൻ ചാൻസ് ഉണ്ട്. റവാനസിക്കര. അതുകൊണ്ടാണ് ദൈവത്തിന്റെ ആത്മാവ് നമ്മളെ പ്രബോധിപ്പിക്കുന്നത്, നമ്മളെ തന്നെ പരിശോധിക്കണം. റിവാനസിക്കര, ദ്രവ്യാഗ്രഹത്തെ നീ സൂക്ഷിച്ചൊഴിയണം, ഇടമോഹത്തെ നീ സൂക്ഷിച്ചൊഴിയണം, കൺമോഹത്തെ സൂക്ഷിച്ചൊഴിയണം, ജീവനത്തിന്റെ പ്രതാപത്തെ നീ സൂക്ഷിച്ചൊഴിയണം. റിവാനസിക്കര. ഇങ്ങനെ ശത്രു നിന്നെ വീഴിക്കുന്ന പല കുഴികളുമുണ്ട്, പല ട്രാപ്പുമുണ്ട്. ഹല്ലേലൂയ. അതാണ് റിവാനസിക്കര. ഒരിക്കലും അറിഞ്ഞിട്ട് നമ്മൾ അതനുസരിച്ച് ജീവിച്ചില്ലെങ്കിൽ നമ്മൾ നശിച്ചു പോകാൻ ചാൻസാണ്. കയ്യിൽ നശിച്ചുപോയി, വിലയാം നശിച്ചുപോയി. ഹല്ലേലൂയ. സോദോം ഗൊമോറ നശിച്ചുപോയി. ദൈവം ഹല്ലേലൂയ തെരഞ്ഞെടുത്ത ദൂതന്മാര് നശിച്ചുപോയി. ഹല്ലേലൂയ. റിവാനസിക്കര. സ്വർഗോന്നതങ്ങളിൽ വാണിരുന്ന ദൂതന്മാര് അല്ലെങ്കിൽ അവർ നശിച്ചുപോയി. റിവാനസിക്കര. ദൈവത്തിന്റെ പൈതലെ നമുക്ക് റിവാനസിക്കര ഇതെല്ലാം കാണുമ്പോൾ, ഇതെല്ലാം കേൾക്കുമ്പോൾ റിവാനസിക്കര നമ്മളെ തന്നെ സൂക്ഷിക്കണമെന്നാണ് കർത്താവ് പറയുന്നത്. നിങ്ങളോ പ്രിയമുള്ളവരെ, നിങ്ങൾ അതിവിശുദ്ധ വിശ്വാസത്തെ ആധാരമാക്കി നിങ്ങൾക്ക് തന്നെ ആത്മീക വർധന വരുത്തിയും പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിച്ച് നിത്യജീവനായിട്ട് നമ്മുടെ കർത്താവ് യേശുക്രിസ്തുവിന്റെ കരുണയ്ക്കായി കാത്തിരുന്നുകൊണ്ട് ദൈവ സ്നേഹത്തിൽ നിങ്ങളെ തന്നെ സൂക്ഷിച്ചുകൊള്ളുവൻ. ഹല്ലേലൂയ. അങ്ങനെയുള്ളവരെയാണ് ഇവനെ കർത്താവ് സൂക്ഷിക്കുന്നത്. അതാണ് യൂദായുടെ 24-ാം വാക്യത്തിൽ, വീഴാതെ വണ്ണം നിങ്ങളെ സൂക്ഷിക്കും. കർത്താവ് നമ്മളെ സൂക്ഷിക്കും. തന്റെ മഹിമാ സന്നിധിയിൽ കളങ്കമില്ലാത്തവരായി ആനന്ദത്തോടെ നിർത്തുവാൻ ശക്തിയുള്ളവന് നമ്മുടെ കർത്താവ് യേശുക്രിസ്തു മുഖാന്തരം നമ്മുടെ രക്ഷാവായ ഏകദൈവത്തിൽ തന്നെ സകല കാലത്തിന് മുമ്പ് ഇപ്പോഴും സദാകാലവും തേജസ്, മഹിമയും, ബലവും അധികാരവും ഉണ്ടാകുമാറാകട്ടെ. അപ്പോഴേ നമ്മളെ തന്നെ നാം സൂക്ഷിക്കണം, നമ്മളെ തന്നെ നാം കൺട്രോൾ ചെയ്യണം. ഹാലില് നമ്മളെ തന്നെ നാം ശുദ്ധീകരിക്കണം, നമ്മളെ തന്നെ നാം വെടിപ്പാക്കണം. ഹല്ലേലൂയ. റിവാനസിക്കര. തന്നെ താൻ സൂക്ഷിക്കണം, വേലി കെട്ടണം. ഇനി എങ്ങനെയാണ് നമ്മളെ സൂക്ഷിക്കുന്നത്? യോബിന്റെ പുസ്തകത്തിൽ നമുക്ക് വേലി കെട്ടണം. പ്രാർത്ഥിച്ച യോബിനാണ് ദൈവം വേലി കെട്ടിയത്. എന്റെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. റിവാനിന്റെ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന യോബിന് വേണ്ടി റിവാനസിക്കര ദൈവം വേലി കെട്ടി. ഹല്ലേലൂയ. ദൈവം വേലി കെട്ടി. റിവാനസിക്കര. ആ വാക്യം ഒന്ന് വായിക്കാം. യോബിന്റെ പുസ്തകം 1-ാം വാക്യം. ഊസുദേശത്തെ ഇയ്യോബ് എന്ന പേരുള്ള ഒരു പുരുഷനുണ്ടായിരുന്നു. അവൻ നിഷ്കളങ്കനും നേരുള്ളവനും ദൈവഭക്തനും ദോഷം വിട്ട് അകലുന്നവനുമായിരുന്നു. ആമേൻ. ഹല്ലേലൂയ. അവൻ ദോഷം വിട്ട് അകലുന്നവനാ. കണ്ടോ? ദൈവം കൊടുത്ത സർട്ടിഫിക്കറ്റ് അയ്യോബിന്, ദൈവം കൊടുത്ത സർട്ടിഫിക്കറ്റാണ്. ഹല്ലേലൂയ. അവൻ ദോഷം വിട്ട് അകലുന്നവൻ. ഹല്ലേലൂയ. അവൻ നിഷ്കളങ്കൻ, കളങ്കമില്ലാത്തവൻ, നേരുള്ളവൻ. ഹല്ലേലൂയ. അവന്റെ വാക്കിലും നടപ്പിലും ഒക്കെ അവൻ സത്യമുള്ളവൻ, സത്യം പറയുന്നവൻ, സത്യം പാലിക്കുന്നവൻ, നിഷ്കളങ്കൻ, നേരുള്ളവൻ, ദൈവഭക്തൻ, ദോഷം വിട്ടകലുന്നവൻ. ഹല്ലേലൂയ. ദൈവമക്കളെ, പിശാചിന് അവിടെ ഒരു ചാൻസും ഇല്ല യോബിന്റെ ജീവിതത്തിൽ. ഹല്ലേലൂയ. അവൻ നിഷ്കളങ്കനാണ്, അവൻ നേരുള്ളവനാണ്, അവൻ ദൈവഭക്തനാണ്, ദോഷം വിട്ടകലുന്നവനാണ്. ഹല്ലേലൂയ. അവന് ഒരു ചാൻസും ഇല്ല പിശാചിന് അവിടെ കയറാൻ. ഹല്ലേലൂയ. റവാനസിക്കരവന. എന്നാൽ തലമുറയ്ക്ക് വേണ്ടി അവൻ പ്രാർത്ഥിച്ചാണ്. അതിന്റെ 5-ാം വാക്യം ഒന്ന് വായിക്കാം. എന്നാൽ 1:5. എന്നാൽ വിരുന്നുനാളുകൾ വട്ടം ചെയ്യുമ്പോൾ ഇയ്യോബ്, പക്ഷേ എന്റെ പുത്രന്മാർ പാപം ചെയ്ത ദൈവത്തെ ഹൃദയം കൊണ്ട് ത്യജിച്ചു പോയിരിക്കുമെന്ന് പറഞ്ഞ് ആളെയിട്ട് അവരെ വരുത്തി ശുദ്ധീകരിക്കുകയും രാവിലെ എഴുന്നേറ്റ് അവരുടെ സംഖ്യക്കൊത്തവണ്ണം ഹോമയാഗങ്ങളെ കഴിക്കുകയും ചെയ്യും. ഇങ്ങനെ ഇയ്യോബ് എല്ലായ്പ്പോഴും ചെയ്തു പോകുന്നു. ആമേൻ. മക്കളുടെ പ്രത്യക്ഷന് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഇയ്യോബ്, മക്കളുടെ അകത്ത് പാപം കയറാതിരിക്കാൻ. അതിനാണ്
അവർ ഹൃദയം കൊണ്ട് ത്യജിച്ചു പോയിരിക്കുമെന്ന് പറഞ്ഞ ആളയച്ചു. അവരൊന്നും പറയത്തില്ല, ദോഷമൊന്നും പറയുന്ന പിള്ളേരല്ല. പക്ഷെ അവരുടെ ഹൃദയത്തിലെങ്ങാനും ദൈവത്തെ ത്യജിച്ചു പോയിരിക്കും എന്ന് പറഞ്ഞ് എന്നും രാവിലെ അവരെ വരുത്തി ശുദ്ധീകരിക്കുകയും രാവിലെ എഴുന്നേറ്റ് അവരുടെ സംഖ്യയ്ക്കൊത്തവണ്ണം ഹോമയാഗങ്ങളെ കഴിക്കുകയും ചെയ്യും. എത്ര ഭക്തനായ യോബ്, എത്ര ഭക്തരായ മക്കള്. അവര് അയ്യോബ് വിളിച്ച ഉടനെ വരുന്ന മക്കള്, പ്രാർത്ഥിക്കാൻ വിളിച്ച വരുന്ന മക്കള്. ഹല്ലേലൂയ. അവരെ കൊണ്ടുവന്നിട്ട് രാവിലെ എഴുന്നേറ്റ് അവരുടെ സംഖ്യയ്ക്കൊത്തവണ്ണം ഹോമയാഗങ്ങളെ കഴിക്കുക. ഇങ്ങനെ യോബ് എല്ലായ്പ്പോഴും ചെയ്തു പോന്നു. ഇങ്ങനെ യോബ് എല്ലായ്പ്പോഴും ചെയ്തു. അപ്പം ആ മക്കൾ വരും. അങ്ങനെയുള്ള ഭവനത്തിൽ പിശാചിന് സ്ഥാനമില്ല. പലവട്ടം ഈ പിശാച് കയറാൻ നോക്കി. അതുകൊണ്ടാണ് ദൈവപുത്രന്മാരുടെ കൂട്ടത്തിൽ പിശാച് സാത്താൻ ചെന്നപ്പോ കർത്താവ് ചോദിച്ചു സാത്താനോട്, എന്റെ ദാസനായ യോബിന്റെ മേൽ ദൃഷ്ടി വെച്ചുവോ? അവനെ പോലെ നിഷ്കളങ്കനും നേരുള്ളവനും ദൈവഭക്തനും ദോഷം വിട്ട് അകലുന്നവനും ഭൂമിയിൽ ആരും ഇല്ലല്ലോ എന്ന് അരുളി ചെയ്തു. അതിന് സാത്താൻ യഹോവയോട്, വെറുതെയോ യോബിയെ ദൈവഭക്തനായിരിക്കും? നീ അവനും അവന്റെ വീട്ടിന്റെ അവനുള്ള സകലത്തിന് ചുറ്റും വേലി കെട്ടിയിട്ടില്ലയോ? നീ അവന്റെ പ്രവൃത്തി അനുഗ്രഹിച്ചിരിക്കുന്നു, അവന്റെ മൃഗസമ്പത്ത് ദേശത്ത് പെരുകിയിരിക്കുന്നു. അപ്പൊ ദൈവം നമുക്ക് വേലി കെട്ടിയിട്ടുണ്ട് ദൈവമക്കളെ. അതാ നമ്മൾ പാപം ചെയ്യാത്ത. നമ്മൾ പാപം ചെയ്യാതിരിക്കാൻ ദൈവം നമുക്ക് വേലി കെട്ടിയിട്ടുണ്ട്. ദൈവത്തിന്റെ ആത്മാവ് കൊണ്ട് നമുക്ക് തീമതിൽ കെട്ടിയിട്ടുണ്ട്. അതുകൊണ്ടാ നമ്മൾ പാപം ചെയ്യാത്ത. ഈ പിശാച് പലവട്ടം യോബിനെ തകർക്കാൻ നോക്കി, അവനെ വഞ്ചിക്കാൻ, അവനെ ടെസ്റ്റ് ചെയ്യാൻ, പ്രലോഭിപ്പിക്കാൻ ഒക്കെ നോക്കി. പക്ഷേ അവനൊരു കാര്യം മനസ്സിലായി, എനിക്ക് ഇവന്റെ അകത്ത് കിടക്കാൻ പറ്റത്തില്ല. ദൈവം അവനെ ചുറ്റും വേലി കെട്ടിയിട്ടുണ്ട്. അവന്റെ തലമുറയ്ക്ക് ചുറ്റും അവന്റെ മൃഗസമ്പത്തിന് പോലും അവന്റെ മൃഗസമ്പത്തിനും അവന്റെ തലമുറയ്ക്കും അവന്റെ കുടുംബത്തിനും അവനുള്ള സകലത്തിനും അവന്റെ ഭവനത്തിന് ചുറ്റും വേലി കെട്ടിയിട്ടുണ്ട്. ദൈവമക്കളെ, പ്രാർത്ഥിക്കുന്ന യോബിന് വേണ്ടി ദൈവം വേലി കെട്ടും. പ്രാർത്ഥിക്കുന്ന ദൈവത്തിന്റെ വൈതലെ നിനക്ക് വേണ്ടി, നിന്റെ തലമുറയ്ക്ക് വേണ്ടി, നിന്റെ ഭവനത്തിന് വേണ്ടി, നിന്റെ ശുശ്രൂഷയ്ക്ക് വേണ്ടി എല്ലാത്തിനും ചുറ്റിലും വേലി കെട്ടിയിട്ടുണ്ട്. അതാണ് പത്രോസിനോട് ചോദിച്ചത്. സാത്താൻ പലവട്ടം നിന്നെ പാറ്റുവാൻ നോക്കി അനുവാദം ചോദിച്ചു. ഞാൻ നിന്റെ വിശ്വാസം പോകാതിരിക്കാൻ ഞാൻ നിനക്ക് വേണ്ടി പിതാവിനോട് അപേക്ഷിച്ചു. ഹല്ലേലൂയ. നമുക്ക് വേണ്ടി മധ്യസ്ഥ അണയ്ക്കുന്ന യേശു ക്രിസ്തു, നമുക്ക് ചുറ്റും വേലി കെട്ടുന്ന ഒരു പിതാവ്, നമുക്ക് വേണ്ടി അണയ്ക്കുന്ന ഒരു പരിശുദ്ധാത്മാവ്, അതാണ് നമ്മുടെ പദവി. നമുക്കുള്ള പദവിയാണ് നമുക്ക് ചുറ്റും വേലി കെട്ടുന്ന ദൈവം. നമ്മുടെ മിടുക്കൊണ്ടല്ല, നമ്മുടേതായിട്ടുള്ള കാര്യങ്ങൾ കൊണ്ടല്ല, നമ്മുടെ വിശുദ്ധി കൊണ്ടല്ല. ലോകത്തിന്റെ പിശാച് നിന്നെ ഉന്തിയിലോ നോക്കുമ്പോൾ നിന്നെ മുമ്പോട്ട് തള്ളുമ്പോൾ, നിന്റെ നിന്റെ ഉയർച്ചകൾ നിന്നെ മുന്നോട്ട് തള്ളുമ്പോൾ, നിന്റെ താഴ്ചകൾ നിന്നെ പിറകോട്ട് തള്ളുമ്പോൾ അവിടെയൊന്നും വീഴാതെ ബാലൻസോടെ നിർത്തുന്നത് ദൈവത്തിന്റെ കൃപയാ. ദൈവത്തിന്റെ യോബിന് ചുറ്റും വേണ്ടികെട്ട് പലവട്ടം പിശാച് നോക്കി ഇവനെ തകർക്കുവാൻ, പലവട്ടം പിശാച് നോക്കി ഇവനെ തള്ളിയിടുവാൻ, പലവട്ടം പിശാച് നോക്കി ഇവന്റെ പറയിപ്പിക്കുവാൻ. എന്നാൽ നിഷ്കളങ്കനും നേരുള്ളവനും ദോഷം വിട്ടകലുന്നവനുമായി യോബ്, ഭക്തനായ യോബ്, അവന് ചുറ്റിലും ദൈവം ഒരു വേലി കെട്ടിയിട്ടുണ്ട്. ദൈവത്തിന്റെ വൈദ്യുതി നീ പ്രാർത്ഥിക്കുന്നവനെങ്കിൽ ദൈവഭക്തനെങ്കിൽ നിനക്ക് വേണ്ടി സ്വർഗത്തിന്റെ ഒരു വേലിയുണ്ട്. അതുകൊണ്ടാണ് നാം വീഴാതെ നിൽക്കുന്നത്. അല്ലെ നമ്മുടെ മിടുക്കൊണ്ടല്ല, അപ്പോൾ നമ്മെ തന്നെ കാട്ടുന്ന ഒരു പരിപാടിയാണ്. യോബിനെ പോലെ നിഷ്കളങ്കൻ, നേരുള്ളവൻ, ദൈവഭക്തൻ, ദോഷം വിട്ട് അകലുന്നവൻ. അങ്ങനെ ആയിരുന്നാൽ കർത്താവ് നമുക്ക് വേണ്ടി വേലി കെട്ടും. പിന്നെ നമ്മൾ തന്നെ എങ്ങനെയാ സൂക്ഷിക്കുന്നതെന്ന് 119 സങ്കീർത്തനം 11 വാക്യം ഒന്ന് വായിക്കാം. ഞാൻ നിന്നോട് പാപം ചെയ്യാതിരിക്കേണ്ടതിന് നിന്റെ വചനത്തെ ഹൃദയത്തിൽ സംഗ്രഹിക്കുന്നു. ആമേൻ. അപ്പൊ കർത്താവിനോട് പാപം ചെയ്യാതിരിക്കാൻ ദൈവവചനം എപ്പോഴും വായിച്ചു ഉരുവിട്ട് നടന്നാൽ നമ്മളൊരു സാഹചര്യം വരുമ്പോൾ കർത്താവിനോട് സംസാരിക്കും. അല്ലെ കൂട്ടുകാരനോട്, അല്ലെ അവരോട് ഇവരോട് പലരും അല്ലെ അത് പറഞ്ഞു തോന്നുമ്പോൾ ദൈവത്തിന്റെ ആത്മാ ഉടനെ നമ്മുടെ അകത്ത് സംസാരിച്ച് കഴിയും വചനത്തിലൂടെ. അപ്പോൾ ദൈവം, ഞാൻ നിന്നോട് പാപം ചെയ്യാതിരിക്കാണ്ട് വചനത്തെ ഹൃദയത്തെ സംഗ്രഹിക്കുന്നു. ഹൃദയത്തിനകത്ത് വചനം സംഗ്രഹിച്ചെന്നാണ് ആവശ്യമുള്ളപ്പോൾ ദൈവത്തിന്റെ ആത്മാവ് നമ്മളോട് പറയും അങ്ങനെ ചെയ്യരുത്, അത് പറയരുത്, അല്ലെ നീ ചെയ്ത് തെറ്റിപ്പോയി, നീ അവരോട് പോയി ക്ഷമ ചോദിക്കും, അല്ലെങ്കിൽ
ഉയർവ് പ്രാപിക്കുക. ഇതൊക്കെ പറഞ്ഞു തരും പരിശുദ്ധാത്മാവ്. കാരണം പാപത്തെക്കുറിച്ച്, നീതിയെക്കുറിച്ച്, ന്യായവിധിയെക്കുറിച്ച് നമുക്ക് ബോധം വരുത്തും. അല്ലെങ്കിൽ പിന്നെ നമ്മളെ തന്നെ പരിശോധിക്കണം. വിശ്വാസത്തിലിരിക്കുന്നു നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഈ വചനം വെച്ച് നമ്മളെ പരിശോധിക്കണം. ഞാൻ വിശ്വാസം തന്നെയാണോ? എനിക്ക് ദൈവസ്നേഹം ഉണ്ടോ? അല്ലെങ്കിൽ ഞാൻ ഭക്തരായിട്ടാണോ? ഞാൻ കുറവില്ലാത്തവളാണോ? അല്ലെങ്കിൽ ഇതെല്ലാം നമ്മളെ തന്നെ ഒന്ന് പരിശോധിക്കണം ദൈവത്തിന്റെ വചനത്തിന്റെ മുമ്പിൽ. പിന്നെ പറയും നമ്മൾ കൽപ്പന പ്രമാണിക്കണം. അതൊന്ന് വായിക്കാം. പ്രോവേർബ്സ് 4:4, സദൃശവാക്യം 4:4. അവൻ എന്നെ പഠിപ്പിച്ച് എന്നോട് പറഞ്ഞത്, എന്റെ വചനങ്ങളെ ഹൃദയത്തിൽ സംഗ്രഹിച്ചു കൊള്ളുക, എന്റെ കൽപ്പനകളെ പ്രമാണിച്ച് ജീവിക്കുക. ആമേൻ. അത് മതി. അപ്പോൾ നമ്മള് ഉപദേശം കേൾക്കണം, നമ്മൾ കൽപ്പനകളെ പ്രമാണിച്ച് ജീവിക്കണം. ഇതൊക്കെയാണ് നമ്മൾ വീഴാതെ നമ്മളെ തന്നെ സൂക്ഷിക്കേണ്ടത്. എങ്ങനെയാണെന്നാ പറയുന്നത്. ഒന്നാമത്തെ എന്താ പറയുക, സമുദ്ര യോബിനെ പോലെ നാം വേലി കെട്ടണം. നമ്മുടെ ആനയിലെ ദൈവസന്നിധി ഭക്തരായി ജീവിച്ച കർത്താവ് നമുക്ക് വേണ്ടി വേലി കെട്ടും. രണ്ടാമത്തേത് ഓർമ്മ വചനം കൊണ്ട് വേലി കെട്ടണം. വചനം നമ്മുടെ ഹൃദയത്തിനകത്ത് വേണം. ഹല്ലേലൂയ. മൂന്നാമത്തേത് കൽപ്പന പ്രമാണിക്കണം. കൽപ്പന പ്രമാണിക്കാൻ നമ്മളാൽ ആവോളം ചെയ്യണം. ആ ദൈവത്തിന്റെ വചനം നമ്മളിൽ പ്രമാണിക്കണം. നാലാമത്തേത് നമ്മളെ തന്നെ പരിശോധിക്കണം. നമ്മൾ വിശ്വാസത്തിൽ തന്നെ ഇരിക്കുന്നുവെന്ന് നമ്മളെ തന്നെ പരിശോധിക്കണം. പിന്നെ ഉള്ളത് നമുക്ക് നെഹമ്യാവിന്റെ പുസ്തകം 4:20-23 വരെ നോക്കാം. നെഹമ്യാവിന്റെ പുസ്തകം 4:20-23 വരെ. 4:20-20 വരെ. നിങ്ങൾ കാഹളനാദം കേൾക്കുന്നിടത്ത് ഞങ്ങളുടെ അടുക്കൽ കൂടിക്കൊള്ളുവിൻ, നമ്മുടെ ദൈവം നമുക്ക് വേണ്ടി യുദ്ധം ചെയ്യുമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ പണി നടത്തി. പകുതി പേർ നേരം വെളുക്കുമ്പോൾ തുടങ്ങി നക്ഷത്രം പ്രകാശിക്കുന്നത് വരെ കുന്തം പിടിച്ചിരുന്നു. ആ കാലത്ത് ഞാൻ ജനത്തോട്, രാത്രിയിൽ നമുക്ക് കാവലിനും പകൽ വേല ചെയ്യുന്നതിന് ഉതകത്തക്കവണ്ണം ഓരോരുത്തരും താന്താന്റെ വേലക്കാരനുമായി യെരൂശലേമിനകത്ത് പാർക്കണമെന്ന് പറഞ്ഞു. ഞാനോ എന്റെ സഹോദരന്മാരോ എന്റെ ബാല്യക്കാരോ എന്റെ കീഴിലുള്ള കാവൽക്കാരോ ആരും ഉടുപ്പ് മാറിയില്ല. കുളിക്കുന്ന സമയത്ത് കൂടെയും ആയുധം ധരിച്ചിരുന്നു. ആമേൻ. അല്ലെങ്കിൽ കുളിക്കുന്ന സമയത്തോടെ എപ്പം നമ്മുടെ വചനമാണ് ആയുധം. പിന്നെ പറഞ്ഞ കാഹളനാദം കേൾക്കുന്നിടത്ത് ഞങ്ങളുടെ അടുക്കൽ കൂടിക്കൊള്ളുവേ, നമ്മുടെ ദൈവം നമുക്കൊരു യുദ്ധം ചെയ്യും. അപ്പൊ ആരാധിക്കുന്ന ശബ്ദം വിമാനത്തിക്കറ ദൈവജനം ആരാധിക്കുമ്പോൾ, ഉപവസിക്കുമ്പോൾ, പ്രാർത്ഥിക്കുമ്പോൾ അവരുടെ കൂടെ കൂടി നാം ആരാധിക്കണം, പ്രാർത്ഥിക്കണം, ഉപവസിക്കണം. നമ്മളെ തന്നെ ശുദ്ധീകരിക്കുവാൻ, നമ്മളുടെ അവസ്ഥ ഒന്ന് തിരിച്ചറിയുവാൻ. ഹല്ലേലൂയ. വിമാനത്തിക്കറ നമ്മുടെ അവസ്ഥ ഒന്ന് തിരിച്ചറിയുവാൻ. ഹല്ലേലൂയ. നാം നമ്മെ തന്നെ സൂക്ഷിക്കണം, നമ്മെ തന്നെ കാക്കണം. ഹാലയിലെ വേലി കെട്ടി സൂക്ഷിക്കണം. പിന്നെ അതിന്റെ മാനസികര ബലഹീന ഭാഗത്ത് മാനസികര അവിടെ പൊക്കം കുറഞ്ഞ സ്ഥലത്ത് 4:18 നെഹമ്യാവ് 4:18 ഒന്ന് വായിക്കാം. 4:18 പണിയുന്നവർ അരയ്ക്ക് വാൾ കെട്ടിയും കൊണ്ട് പണിതു, എന്നാൽ കാഹളം ഊതുന്നവർ എന്റെ അടുക്കൽ തന്നെയായിരുന്നു. ആമേൻ. ഹാലയിലെ അപ്പോഴ് ഞാൻ നോക്കി, അതുകൊണ്ട് ഞാൻ മതിലിന്റെ പിമ്പുറത്ത് പൊക്കം കുറയ 13 ഓക്കെ. അതുകൊണ്ട് ഞാൻ മതിലിന്റെ പിൻപുറത്ത് പൊക്കം കുറഞ്ഞ സ്ഥലങ്ങളിലും തുറന്നു കിടക്കുന്ന സ്ഥലങ്ങളിലും ആളുകളെ ആക്കി ജനത്തെ കുടുംബമായി വാളുകളോടും കുന്തങ്ങളോടും വില്ലുകളോടും കൂടെ നിർത്തി. ആമേൻ. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ ചില പൊക്കം കുറഞ്ഞ സ്ഥലങ്ങൾ, ബലഹീന വശങ്ങൾ നമുക്കറിയാം. ആ ബലഹീന വശത്തൂടെ ശത്രു വേണം കേർന്ന്. ചിലർക്ക് ദ്രവ്യാഗ്രഹമാണ് ബലഹീന വശം. യൂദാസിന് അതായിരുന്നു ദൃശ്യം. ചിലർക്ക് കൺമോഹം, മോഹം. ശിംശോന്റെ വിഷയം അതായിരുന്നു, കൺമോഹം. ദുർനടപ്പ് അല്ലെ കൺമോഹം. ആക്കാന്റെ വിഷയം അത് തന്നെ. കണ്ടു എടുത്തു മോഹിച്ചു എടുത്തു. അപ്പോൾ അത് അവന്റെ പ്രയാസം, അത് അതിന് പ്രയാസമായി മാറി. അല്ലല്ല. അതുകൊണ്ട് ഞാൻ മതിലിന്റെ പിമ്പുറത്ത് പൊക്കം കുറഞ്ഞ സ്ഥലങ്ങളിലും. അപ്പൊ ചിലർക്ക് അവരുടെ വിഷയം എന്ന് പറഞ്ഞാൽ ദേഷ്യം. ആങ്കറിനെ കൺട്രോൾ ചെയ്യാൻ പറ്റത്തില്ല. ആങ്കർ പ്രോബ്ലം. അല്ലല്ല. ആങ്കർ പ്രോബ്ലം. ചിലർക്ക് ലസ്റ്റ് പ്രോബ്ലം. അല്ല ചിലർക്ക് ഗ്രീഡ് പ്രോബ്ലം. അല്ലല്ല. അപ്പൊ ഇങ്ങനെ കൺമോഹം, നമ്മൾ കണ്ണുകളെ കൺട്രോൾ ചെയ്യണം. പിന്നെ അല്ലല്ല ചിലര് മറ്റുള്ളവരുടെ ദുരുപദേശം കേൾക്കും. അത് കേട്ടിട്ട് അവരുടെ ജീവിതത്തിൽ അത് പകർത്തും. അങ്ങനെ അപ്പൊ നമ്മുടെ ജീവിതത്തിൽ എന്താണ് പൊക്കം കുറഞ്ഞ മതിലിന്റെ സ്ഥലത്ത്, പൊക്കം കുറഞ്ഞ സ്ഥലത്ത്
അല്ലെങ്കിൽ അവിടെ ആളുകളെ ആക്കണം, അവിടെ വചനം കൊണ്ട് പ്രൊട്ടക്ട് ചെയ്യണം, അവിടെ ആത്മാവിൽ ആരാധിക്കണം, ആ വിഷയം വെച്ച് ആരാധിക്കണം, ആ വിഷയത്തിന് വേണ്ടി ഉപവസിക്കണം. രസിക്കണം. ചിലർക്ക് ഉപവസിക്കാൻ പറ്റത്തില്ല, ആഹാരം കാണും ഭയങ്കര പ്രയാസം. രസിക്കണം എങ്ങനെ കഴിക്കുമെന്ന് വെച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ അങ്ങനെ മതിലിന്റെ പൊക്കം കുറഞ്ഞ സ്ഥലങ്ങളുണ്ട്, അവിടെയെല്ലാം ആളുകളെ ആക്കി ജനത്തെ കുടുംബമായി വാളുകളോടും കുന്തങ്ങളോടും വില്ലുകളോടും കൂടെ നിർത്തി ഞാൻ നോക്കി എഴുന്നേറ്റ് നിന്നു. നീ പ്രഭുക്കന്മാരുടെ പ്രമാണികളോ ശേഷിച്ചോ നിങ്ങളവരെ പേടിക്കണ്ട, വലിയവരും ഭയങ്കര കർത്താവിനെ ഓർത്തു നിങ്ങളുടെ സഹോദരന്മാർക്കും പുത്രന്മാർക്കും ഭാര്യമാർക്കും വീടുകൾക്ക് വേണ്ടി പൊരുതുവിനെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ കൺട്രോൾ ചെയ്യേണ്ട കാര്യങ്ങൾ ഇതൊക്കെ. പിന്നെ നമുക്ക് നമ്മളെ തന്നെത്താൻ സൂക്ഷിക്കേണ്ടത് എങ്ങനെ സൂക്ഷിക്കണമെന്ന് ഇത് പറഞ്ഞു. പിന്നെ എങ്ങനെയാ സൂക്ഷിക്കേണ്ടത്? സങ്കീർത്തനം 141:3 എന്റെ വായ്ക്കൊരു കാവൽ നിർത്തി, എന്റെ അധരദ്വാരം കാക്കണം. അപ്പൊ ഇഷ്ടമുള്ള എല്ലാം അങ്ങ് പറഞ്ഞു വിടരുത്. നമ്മുടെ വായ്ക്കൊരു കാവൽ നിർത്തണം. 39 സങ്കീർത്തനം ഒന്ന് വായിക്കാം. 39 സങ്കീർത്തനം 1, 2, 3. യഹോവേ, നീ എന്നെ ശോധന ചെയ്ത് അറിഞ്ഞിരിക്കുന്നു, ഞാൻ ഇരിക്കുന്നതും എഴുന്നേൽക്കുന്നതും നീ അറിയുന്നു, എന്റെ നിരൂപണം നീ ദൂരത്തു നിന്ന് ഗ്രഹിക്കുന്നു. 39 സങ്കീർത്തനം 1, 2, 3. നാവ് കൊണ്ട് പാപം ചെയ്യാതിരിക്കാൻ ഞാൻ എന്റെ വഴികളെ സൂക്ഷിക്കുമെന്നും ദുഷ്ടൻ എന്റെ മുമ്പിൽ ഇരിക്കുമ്പോൾ എന്റെ വായി കടിഞ്ഞാണിട്ട് കാക്കുമെന്ന് ഞാൻ പറഞ്ഞു. ഞാൻ ഉരിയാടാതെ ഊമനായിരുന്നു, നന്മ ജന്യമാക്കാതെ മൗനമായിരുന്നു. എന്റെ സങ്കടം പൊങ്ങി വന്നു, എന്റെ ഉള്ളിൽ ഹൃദയത്തിന് ചൂട് പിടിച്ചു, എന്റെ ധ്യാനത്തിന്റെ തീ വെച്ച് ഞാൻ അപ്പോൾ നാവെടുത്ത് സംസാരിച്ചു. അപ്പോൾ നമ്മുടെ വഴികളെ സൂക്ഷിച്ചില്ലേ നാം ആകാത്ത പറയും. ഇഷ്ടമില്ലാത്ത അല്ലെങ്കിൽ ദൈവത്തിന് ഇഷ്ടമില്ലാത്ത സ്ഥലത്ത് നമ്മൾ പോയി ഇരുന്നാല് നമ്മൾ ദൈവത്തിന് ഇഷ്ടമില്ലാത്ത നമ്മൾ സംസാരിക്കും. അതുകൊണ്ടാണ് മദ്യപാനികളുടെ കൂടെ പോയിരുന്ന അവർ പറയുന്ന പോലെ പറയും. ഒരു ദൈവത്തിന്റെ വഴിയിൽ ഇരിക്കാവുന്നിടത്തേ ഇരിക്കാവുള്ളൂ. അതുകൊണ്ടാണ് പറഞ്ഞത് ഇഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കാതെ, പാപികളുടെ വഴി നിൽക്കാതെ, പരിഹാസികളെ ഇരിപ്പെടുത്തി ഇരിക്കാതെ, യഹോവയുടെ ന്യായപ്രമാണത്തിൽ സന്തോഷിച്ച് ന്യായപ്രമാണത്തെ രാപ്പക ധ്യാനിക്കുന്നവൻ ഭാഗ്യവാൻ. രസിക്കര. നമ്മൾ പല പാർട്ടികളും അവോയ്ഡ് ചെയ്യണം, പല ദൈവത്തിന് ഇഷ്ടമില്ലാത്ത പല ഗ്യാതറിങ്ങുകളും അവോയ്ഡ് ചെയ്യണം. ചിലപ്പോൾ സഭയുടെ പേരിലായിരിക്കും, പക്ഷെ അവിടെ ദൈവത്തിന്റെ പ്രവൃത്തി നടക്കുന്നില്ലെങ്കിൽ നമ്മൾ അവിടെ പോകാതിരിക്കുന്നതാണ് നല്ലത്. അവർ പോയാൽ എന്ത് ചിന്തിക്കുമെന്ന് നമ്മൾ വിചാരിക്കണ്ട, നമ്മുടെ ആത്മാവിനെ നഷ്ടമാക്കും. ഇവിടെ നാവ് കൊണ്ട് പാപം ചെയ്യാതിരിക്കാൻ ഞാൻ എന്റെ വഴികളെ സൂക്ഷിക്കും. എന്റെ വഴികളെ സൂക്ഷിക്കണം. എവിടെ ഇരിക്കും, എവിടെ നിൽക്കും, എവിടെ നടക്കും, ആരുടെ ആലോചനപ്രകാരം നടക്കും. ഇതൊക്കെ നമ്മൾ വളരെ കെയർഫുൾ ആയിരിക്കണം. കാരണം ദുഷ്ടൻ നമ്മുടെ മുമ്പിൽ ഇരിക്കും. അത് മനുഷ്യനല്ല ദുഷ്ടൻ. നമ്മുടെ ഇടയ്ക്ക് ഇരിക്കുന്ന അന്ധകാര ശക്തികളുണ്ട്. അത് നമ്മളെ ആകാത്ത സംസാരിപ്പിക്കും, ആകാത്ത കാര്യങ്ങൾ ഇടപെടുത്തും. നമ്മളൊന്നും ചിന്തിക്കാതെ ചില സ്ഥലത്തൊക്കെ പോകുന്നത്. അവിടെ ചെന്ന് കഴിഞ്ഞ് നമ്മൾ ഓർക്കും, അയ്യോ അവിടെ പോകാതിരുന്നാ മതിയായിരുന്നെന്ന്. ചില ഫോൺ കോൾ എടുത്തു കഴിയുമ്പോൾ ഓർക്കും അത് എടുക്കാതിരുന്നെങ്കിൽ നന്നായിരുന്നെന്ന്. ചിലരോട് സംസാരിച്ച് കഴിയുമ്പോൾ ഓർക്കും അത് അവരോട് ഇടപെടാതിരുന്നെങ്കിൽ നന്നായിരുന്നെന്ന്. അപ്പോഴും നമ്മൾ പിന്നെ റിഗ്രറ്റ് ചെയ്യും. അതിനു മുമ്പേ നമ്മൾ ദൈവത്തോട് ആലോചന ചോദിക്കണം. ഞാൻ അവരോട് സംസാരിക്കണം, അവിടെ പോണോ, അവിടെ പോയി ഇരിക്കണോ, ആ കൂട്ടത്തിൽ പോണോ? അപ്പൊ ദൈവം നമ്മളോട് സംസാരിക്കും. രസിക്കണം. അല്ലെങ്കിൽ അത് നമുക്ക് അത് നമ്മൾ പിന്നെ ദുഃഖിക്കേണ്ടി വരും. അപ്പോഴേ നമ്മൾ എന്തെല്ലാം സൂക്ഷിക്കണം. ഒന്നാമത്തെ നമ്മൾ കണ്ടു, ആദാമിനോട് പറഞ്ഞു, നിന്റെ തോട്ടം നീ കാക്കണം, നമ്മുടെ ജീവിതത്തെ നാം കാക്കണം. യാക്കോബിന്റെ ലേഖനത്തിൽ നാം കണ്ടു, നമ്മളെ തന്നെത്താൻ സൂക്ഷിക്കണം. പിന്നെ നമ്മള് പ്രോവേർബ്സ് സദൃശവാക്യം 4:23 ഒന്ന് വായിക്കാം. 4:23. 4:23. സകല ജാഗ്രതയോടും കൂടെ നിന്റെ ഹൃദയത്തെ കാത്തുകൊള്ളുക, ജീവന്റെ ഉത്ഭവം അതിൽ നിന്നല്ലോ ആകുന്നത്. നമ്മുടെ ഹൃദയത്തെ നമ്മൾ കാക്കണം. കാരണം ജീവന്റെ ഉത്ഭവം ഹൃദയം സംസാരിക്കുന്നത്, ഹൃദയം നിറഞ്ഞു കഴിയുമ്പോഴാണ് നാവ് സംസാരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഹൃദയത്തെ കാക്കണം. രസിക്കര. തോട്ടം കാക്കണം, നമ്മുടെ ഹൃദയത്തെ കാക്കണം, നമ്മുടെ നാവിനെ സൂക്ഷിക്കണം. അതാണ് 141 സങ്കീർത്തനം 3-ാം വാക്യം ഒന്ന് വായിക്കാം. 141:3 യഹോവേ, എന്റെ വായ്ക്കൊരു കാവൽ നിർത്തി എന്റെ അധരദ്വാരം കാക്കണമേ. അതും കൂടെ വായിച്ചു. 4 കൂടെ. ദുഷ്പ്രവൃത്തിക്കാരോടുകൂടെ ദുഷ്പ്രവൃത്തികളിൽ ഇടപെടുവാൻ എന്റെ ഹൃദയത്തെ ദുഷ്കാര്യത്തിന് ചായ്ക്കരുതേ. അവരുടെ സ്വാദുഭോജനം ഞാൻ കഴിക്കുകയും അരുതേ. അപ്പൊ നമ്മുടെ വായ്ക്കൊരു കാവൽ നിർത്തി കടിഞ്ഞാണിടണം. വായിക്ക്
വിമാന കുതിരയ്ക്ക് കതിഞ്ഞാലിടുന്ന പോലെ, കപ്പലിന് അതിനെ ചുക്കാൻ കൊണ്ട് അതിനെ നിയന്ത്രിക്കുന്ന പോലെ നമ്മുടെ നാവിന് ഒരു കൺട്രോൾ ഇടണം. നാവിനെ സൂക്ഷിക്കണം. അതായത് നമ്മൾ 39 വാക്യത്തിൽ നാവ് കൊണ്ട് പാപം ചെയ്യാതിരിക്കാൻ ഞാൻ എൻ്റെ വഴികളെ സൂക്ഷിക്കണം. എൻ്റെ വഴികളെ സൂക്ഷിക്കണം, എൻ്റെ നാവിനെ സൂക്ഷിക്കണം, എൻ്റെ ഹൃദയത്തെ കാക്കണം, എൻ്റെ ഹൃദയത്തെ സൂക്ഷിക്കണം. ഹല്ലേലൂയ. അപ്പൊ വായ കാക്കണം, ഹല്ലേലൂയ. വഴികളെ സൂക്ഷിക്കണം, നമ്മുടെ ഹൃദയത്തെ നാം സൂക്ഷിക്കണം. ശിവാനസിക്കര. കാരണം ജീവന്റെ ഉത്ഭവം നമ്മുടെ ഹൃദയത്തിൽ നിന്നാണ്. അതുകൊണ്ട് സകല ജാഗ്രതയോടും കൂടെ നിങ്ങളുടെ ഹൃദയത്തെ കാക്കണം. ജീവന്റെ ഉത്ഭവം അതിൽ നിന്നല്ലോ ആകുന്നത്. ശിവാനസിക്കര. അപ്പൊ നമ്മളെ തന്നെ സൂക്ഷിക്കണം. ഓ റവാനസിക്കര. നമ്മളെ തന്നെ സൂക്ഷിച്ചാൽ നമ്മൾ ദുഃഖിക്കേണ്ടി വരത്തില്ല. ഇനി ലൂക്കോസ് 12:15 ഒന്ന് വായിക്കാം. 12:15. പിന്നെ അവരോട് സകല ദ്രവ്യാഗ്രഹവും സൂക്ഷിച്ച് ഒഴിഞ്ഞുകൊള്ളുവിൻ. ഒരുത്തന് സമൃദ്ധി ഉണ്ടായാലും അവന്റെ വസ്തുവകയല്ല അവന്റെ ജീവന് ആധാരമായിരിക്കുന്നത് എന്ന് പറഞ്ഞു. അല്ലല്ലേ. അപ്പോഴും നമ്മൾ ദ്രവ്യാഗ്രഹം സൂക്ഷിച്ചൊഴിയണം. ദ്രവ്യാഗ്രഹം എന്ന് പറഞ്ഞ ജഡമോഹം അത് നമുക്ക് മാനസികര. 1 യോഹന്നാന്റെ പുസ്തകം 2:15 ഒന്ന് വായിക്കാം. 1 യോഹന്നാൻ 2:15, 16, 17. 2:15, 16. ഓക്കെ. 15. ലോകത്തിലുള്ളതിനെയും സ്നേഹിക്കരുത്. ഒരുവൻ ലോകത്തെ സ്നേഹിക്കുന്നുവെങ്കിൽ അവനിൽ പിതാവിന്റെ സ്നേഹമില്ല. ജഡമോഹം, കൺമോഹം, ജീവനത്തിന്റെ പ്രതാപം ഇങ്ങനെ ലോകത്തിലുള്ളതെല്ലാം പിതാവിൽ നിന്നല്ല, ലോകത്തിൽ നിന്നത്രേ ആകുന്നു. ലോകവും അതിന്റെ മോഹവും ഒഴിഞ്ഞു പോകുന്നു. ദൈവേഷ്ടം ചെയ്യുന്നവനോ എന്നേക്കും ഇരിക്കുന്നു. അമ്മേ. അപ്പൊ നമ്മളെ തന്നെ സൂക്ഷിക്കണം. നമ്മളെ തന്നെ എവിടെയൊക്കെയാ സൂക്ഷിക്കേണ്ടതെന്നുള്ള കാര്യമാണ് പരിശുദ്ധാത്മാവിന്റെ പ്രകാരം പറയുന്നത്. നമ്മുടെ നാവിനെ സൂക്ഷിക്കണം. ഹല്ലേലൂയ. നമ്മുടെ ഇരിപ്പ് സൂക്ഷിക്കണം, നമ്മുടെ നടപ്പ് സൂക്ഷിക്കണം. ഹല്ലേലൂയ. നമ്മൾ നിൽക്കുന്നത്, നമ്മൾ ആരുടെ ആലോചന പ്രകാരം നടക്കുന്നത് സൂക്ഷിക്കണം. ഹല്ലേലൂയ. പിന്നെ എങ്ങനെയാ സൂക്ഷിക്കണം? നമ്മുടെ ഹൃദയത്തെ സൂക്ഷിക്കണം. ഹല്ലേലൂയ. കാരണം ജീവന്റെ ഉത്ഭവം നമ്മുടെ ഹൃദയത്തിലാകുന്നു. പിന്നെ നമ്മളെ തന്നെ സൂക്ഷിക്കണം. ലോകത്താലുള്ള കളങ്കം പറ്റാതെ തന്നെത്താൻ കാത്തുകൊള്ളണം. യാക്കോബ് 1:27 നമ്മൾ വായിച്ചു. പിന്നെ നമ്മളെ തന്നെ വെടിപ്പാക്കണം. അപ്പൊ നമ്മളെ തന്നെ സൂക്ഷിക്കണം. പിന്നെ നമ്മൾ ഇനി പോയി കഴിഞ്ഞാൽ നമ്മളെ തന്നെ എന്തെങ്കിലും സംഭവിച്ചാൽ നമ്മളെ തന്നെ വെടിപ്പാക്കണം. ഹല്ലേലൂയ. പാപം ചെയ്ത് നമ്മളെ തന്നെ കാത്തുകൊള്ളണം. ഹല്ലേലൂയ. പിന്നെ നമുക്ക് വചനം കൊണ്ട് വേലി കെട്ടണം. ഹല്ലേലൂയ. ആ ദൈവത്തിന്റെ ഭക്തരായി ജീവിക്കുമ്പോൾ കർത്താവ് നമ്മളെ സൂക്ഷിക്കും. കർത്താവ് നമുക്ക് വേണ്ടി വേലി കെട്ടും. വചനം നമ്മുടെ ഹൃദയത്തിൽ സംഗ്രഹിക്കണം. ഹല്ലേലൂയ. അപ്പൊ നമ്മൾ കർത്താവിനോട് പാപം ചെയ്യത്തില്ല. പിന്നെ ഒരു വാക്യ റെവലേഷൻ, വെളിപ്പാട് പുസ്തകം 3:8 മുതൽ 10 വരെ ഒന്ന് വായിച്ചാൽ. 3:8 മുതൽ 10 വരെ. ഞാൻ നിന്റെ പ്രവൃത്തി അറിയുന്നു. ഇതാ ഞാൻ നിന്റെ മുമ്പിൽ ഒരു വാതിൽ തുറന്നു വെച്ചിരിക്കുന്നു, അതാർക്കും അടച്ചുകൂടാ. നിനക്ക് അല്പമേ ശക്തിയുള്ളൂ എങ്കിലും നീ എന്റെ വചനം കാത്തു, എന്റെ നാമം നിഷേധിച്ചിട്ടില്ല. സഹിഷ്ണുതയെക്കുറിച്ചുള്ള എന്റെ വചനം നീ കാത്തുകൊണ്ടതിനാൽ ഭൂമിയിൽ വസിക്കുന്നവരെ പരീക്ഷിക്കേണ്ടതിന് ഭൂതലത്തിലെങ്ങും വരുവാനുള്ള പരീക്ഷാ കാലത്ത് ഞാനും നിന്നെ കാത്തു. ആമേൻ. അപ്പൊ കർത്താവ് ഈ ഫിലാഡൽഫിയ സഭ കർത്താവിന്റെ വചനം കാത്തു. ഹല്ലേലൂയ. കർത്താവിന്റെ നാമം നിഷേധിച്ചിട്ടില്ല. പിന്നെ പറയുന്ന ഭൂതലത്തിലെങ്ങും വരുന്ന പരീക്ഷാ കാലത്ത് അതുകൊണ്ട് ഞാനും നിന്നെ കാക്കും. സഹിഷ്ണുതയെക്കുറിച്ചുള്ള വചനം. നിങ്ങൾ സഹിക്കുന്നവരായിരിക്കണം. പിന്നെ നമ്മൾ കേട്ട് നമ്മളെ തന്നെ പരിശോധിക്കണം. വിശ്വാസം ഇരിക്കുന്ന ഒന്ന് പരിശോധിക്കണം. നമ്മളിങ്ങനെ ഓടി നമ്മൾ ശരിയാ ഓടുന്ന എന്നാൽ റോങ് പാത്തിൽ ഓടുന്നെങ്കിൽ നമ്മൾ വണ്ടി ഓടിക്കുമ്പോൾ റമാനസിക്കര ഫ്രീ വേ കൂടെ പോകുമ്പോൾ റോങ് എക്സിറ്റ് എടുത്തിട്ട് നമ്മൾ ഓടുക. അനേക ദിവസങ്ങൾ ഓടിയിട്ടും മനസ്സിലാകുന്നില്ല ഞാൻ റോങ് പാത്തിലാണ് ഓടുന്നതെന്ന്. പിന്നെ തിരിച്ചു വരണം. ഹല്ലേലൂയ. അപ്പൊ നമ്മളെ തന്നെ എപ്പോഴും പരിശോധിച്ചുകൊണ്ടിരുന്നാല് നമ്മൾ തെറ്റ് ചെയ്ത് കഴിയുമ്പോൾ തെറ്റിപ്പോയാൽ നമുക്ക് കണ്ടുപിടിക്കാം. അപ്പോൾ എപ്പോഴും ചെക്ക് ചെയ്യണം നമ്മൾ റോങ് റൂട്ടിലാണോ ഓടുന്നതെന്ന്. റോങ് റൂട്ടിലാണെങ്കിൽ നമ്മൾ തിരിച്ചു വരണം. വിശ്വാസത്തിരിക്കുന്ന നമ്മളെ തന്നെ പരിശോധിക്കണം. നമ്മൾ വചനം കാക്കണം. ദൈവത്തിന്റെ കൽപ്പന പ്രമാണിക്കണം. പിന്നെ കാഹളനാഥം കേൾക്കു നിർത്തും. നമ്മൾ ആരാധിക്കാൻ പ്രാർത്ഥിക്കാൻ കൂടണം. പിന്നെ പറഞ്ഞ ബലഹീന വശം ഉള്ളിടത്തെല്ലാം ആൾക്കാരെ ആക്കണം. വചനം കൊണ്ട് നമ്മളെ തന്നെ സൂക്ഷിക്കണം. നമ്മുടെ വായെ സൂക്ഷിക്കണം. വായ്ക്കൊരു കാവൽ നിർത്തി അതിനദ്വാരം കാക്കണം. ഹല്ലേലൂയ. ദുഷ്ടൻ വഴി നമ്മുടെ വഴികളെ സൂക്ഷിക്കണം. ഹല്ലേലൂയ. നമ്മുടെ വഴികളെ സൂക്ഷിക്കണം. ഇങ്ങനെ നമ്മളെ തന്നെ സൂക്ഷിക്കണം. നമ്മുടെ തോട്ടം കാക്കണം. വേലി കെട്ടി വചനം കൊണ്ട് വേലി കെട്ടണം. പ്രാർത്ഥന കൊണ്ട് വേലി കെട്ടണം. ആരാധന കൊണ്ട് വേലി കെട്ടണം. നമ്മളെ തന്നെ ചില കാര്യം സൂക്ഷിച്ച് ഒഴിയണം. ദ്രവ്യാഗ്രഹം, ജഡമോഹം, കന്മോഹം
ജീവനത്തിന്റെ പ്രതാപം എല്ലാം സൂക്ഷിച്ചൊഴിയണം. ഹല്ലേലൂയ. അതുകൊണ്ട് കർത്താവിന് വേണ്ടി ജീവിച്ച് നല്ലൊരു അന്ത്യം പ്രാപിക്കാൻ, അവന്റെ വരവിനാളിൽ വിശുദ്ധരായി കാണപ്പെടുവാൻ കർത്താവ് നമ്മളെ തന്നെ ഒരുക്കട്ടെ. വചനങ്ങളാൽ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ഹാലയില് എത്രത്തോളം സമയം അനുവദിച്ച ദേവദാസിന് അതിന് നന്ദി അറിയിച്ചു വചനങ്ങളെ എടുക്കും. നമുക്ക് പ്രാർത്ഥിക്കാം. വിശ്വസനായ സ്വർഗപിതാവെ, നല്ല സമയത്തിനാണ് സ്തോത്രം ചെയ്യുന്ന കർത്താവെ, ഇന്ന് പലസമയം നീ ഞങ്ങളോട് ഹൃദ്യമായി സംസാരിച്ചല്ലോ. ഓ റമാനസിക്കർ യോവിന് ചുറ്റും നീ വേലി കെട്ടി. ഹല്ലേലൂയ. അവൻ നിഷ്കളങ്കനും നേരുള്ളവനും ദോഷം വിട്ട് അകലുന്നവനും ഹല്ലേലൂയ ഭക്തനായിരുന്നുകൊണ്ട് അവന് ചുറ്റിനും അവനുള്ള സകലത്തിന് ചുറ്റും നീ വേലി കെട്ടി. ഓ പിശാച് പലവട്ടം അവനെ അറ്റാക്കാൻ നോക്കിയിട്ട് പറ്റിയില്ല. കർത്താവ് ഇന്ന് കാലം നീ ഞങ്ങൾക്ക് വേണ്ടി വേലി കെട്ടുന്ന ദൈവദിന സ്തോത്രം. പരിശുദ്ധാത്മാവിന വചനത്താൽ വേലി കെട്ടി ഞങ്ങളെ സൂക്ഷിക്കുന്നതിനായ സ്തോത്രത്തിന്റെ വരവിനാളിലേക്ക് ഞങ്ങളെ ഒരുക്കണം. തേജസ് പ്രാപിച്ച് അതേ പ്രതിമയെ രൂപാന്തരപ്പെടുവാൻ കർത്താവ് ഒരു വലിയ ക്രിസ്തുവിന്റെ സ്വഭാവമുള്ളവരെ ജീവിപ്പാൻ ഒരുമാനസിക്കറ കർത്താവെ നീ ഞങ്ങളെ ഒരുക്കണമേ. വരവിനാളിലേക്ക് ഒരുക്കണം കർത്താവ്. ലൈനാക്കി എല്ലാ ദൈവങ്ങളെ സഹായി ലൈലീഡിയും ദാസിലെയും കുടുംബത്തെ കുഞ്ഞുങ്ങളെ സൂക്ഷിച്ച് അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഒരു പ്രാവശ്യം കൂടി ഞങ്ങൾ ഓർത്തിലേക്ക് സമർപ്പിക്കുന്നു. പ്രാർത്ഥനയ്ക്ക് അസ്തോത്രേശൻ നാമത്തിൽ തന്നെ.